മനുഷ്യ മക്കളുടെ റൂഹ് പിഴുതെടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല അല്ലാ. എങ്ങനെയാണ് റബ്ബേ ഞാൻ അവരുടെ ആത്മാവിനെ പിഴുത്തെടുക്കുക? കാരണം എന്തേ? ഇന്നലെ വിവാഹം കഴിച്ചു സുന്ദരമായ മധുവിധു പകരാൻ വേണ്ടി നവദമ്പതികളുടെ പരിശുദ്ധമായ മണിയറയുടെ അകത്തളത്ത് കടന്നു ചെന്നുകൊണ്ട് അവരുടെ ആത്മാവിനെ എങ്ങനെയാണ് റബ്ബേ ഞാൻ പിഴുത്തെടുക്കുക? താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, മുകളിൽ വെച്ചാൽ പേനരിക്കുമെന്ന ഭയത്തോടുകൂടെ വളർത്തിപ്പോയ പുന്നാര മക്കളെ അവരുടെ മടിത്തട്ടിൽ നിന്ന് എങ്ങനെയാണ് റബ്ബേ ഞാൻ ഭരിച്ചു കൊണ്ടുവരിക? പാപ്പാ ഉമ്മ എന്ന് വിളിച്ചു കൊതിതീരാത്ത പുന്നാര മക്കളുടെ കൺമുമ്പിൽ നിന്നവരുടെ വാപ്പയും ഉമ്മയും എങ്ങനെയാണ് റബ്ബേ ഞാൻ കൊണ്ടുവരിക? അല്ലാഹുവേ പടച്ചവനെ, ജീവിതം ആസ്വദിച്ചു കൊതിതീരാത്ത പ്രിയപ്പെട്ട ചുണക്കുട്ടന്റെയും 16-കാരിയുടെയും ആത്മാവിനെ എങ്ങനെയാണ് അല്ലാ ഞാൻ കൊണ്ടുവരിക? അവരെന്നെ ശകാരിക്കുമല്ലോ അല്ലാ, അവരെന്നെ ശപിക്കുമല്ലോ അല്ലാ. അതുകൊണ്ട് ആ ദൗത്യം എന്നെ നീ ഏൽപ്പിക്കല്ല അല്ലാ, ആ ദൗത്യം നീ എന്നെ ഏൽപ്പിക്കല്ല റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ കൊണ്ട് റൂഹ് പിടിക്കാൻ കഴിയില്ല എന്ന് പറയാൻ കാരണമുണ്ട്. വെറുതെയല്ല അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിച്ചതുപോലെ ഒരാൾ മുട്ടത്തോടിയിൽ മരിച്ചെന്ന് പറഞ്ഞാൽ പോയി മുക്കുരി ചാർക്കും പോലെ അസ്രായീൽ അർത്തിട്ട് പോയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. മരണത്തിന്റെ ഭീകരതയെ ഓർത്തിട്ടാണ്. ഖബറിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നമുക്കൊന്നും മരിക്കാം. മരണമെന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാക്കാം. എന്നാലല്ലേ ഖബറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിച്ചതുപോലെ ഒരു പിടക്കോഴിയെ അറുക്കും പോലെ അറുത്തിട്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്രായീൽ പോകുന്നത് അങ്ങനെയാണെങ്കിൽ അസ്രായീൽ ആ ദൗത്യം ഏറ്റെടുക്കുമായിരുന്നു. അസ്രായീൽ പടച്ചവനെ ധിക്കരിച്ചുകൊണ്ടല്ല പറഞ്ഞത്. അസ്രായീൽ പടച്ചവന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാത്തത് കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. മറിച്ച് പറയാനുള്ള കാരണം എന്തെന്നറിയോ? അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മരണത്തിന്റെ ഭീകര രൂപങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. മനസ്സിലാക്കിയ അസ്രായീൽ പേടിച്ചു പോകണമെങ്കിലും മരണത്തിനെ കുറിച്ച് പറയുമ്പോൾ, മനുഷ്യനെ റൂഹ് പിടിക്കണം എന്ന് പറയുമ്പോൾ മരണത്തിന്റെ വേദന എന്താ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ് മരിക്കുക എന്ന് പറയാൻ പറ്റാത്ത ലോകത്ത് ജീവിക്കുന്ന എന്റെ മുട്ടത്തോടിയിലുള്ള മുസ്ലിമേ, ഒരു ഗ്യാരണ്ടിയുമില്ല മുസ്ലിമേ. ഇരിക്കുന്ന നിങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല, പ്രസംഗിക്കുന്ന അബ്ദുൽ കരീം ഫൈലിക്ക് ഗ്യാരണ്ടി ഇല്ല. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദാ. നിങ്ങൾ ഓടുന്ന മരണമുണ്ടല്ലോ, നിങ്ങൾ ഭയന്നോടുന്ന മരണമുണ്ടല്ലോ. പടച്ചവരെ, എനിക്ക് ഒരുപാട് വയസ്സായിട്ടില്ല, എനിക്കിനി വീട് പണിയാനുണ്ട്, എനിക്ക് മംഗലം കഴിക്കാനുണ്ട്, എനിക്ക് കുടുംബം പോറ്റാനുണ്ട്, എനിക്ക് 40 ആയിട്ടില്ല, എനിക്ക് രോഗമില്ല, എനിക്ക് ആഫിയത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവരെ, നിങ്ങളെ ആ മരണം എപ്പോഴാണ് കണ്ടെത്തിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. അത് ഗ്യാരണ്ടി ഉണ്ട്, എല്ലാവർക്കും ഉണ്ട് ഗ്യാരണ്ടി. എന്ത് മരിക്കും എന്നുള്ളത് എല്ലാവർക്കും ഗ്യാരണ്ടി. പ്രായാധിക്യം കുറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ മരിക്കൂല്ല എന്ന് തീരുമാനിച്ച് വിജ്ഞാന സദസ്സിൽ ഇരുന്ന മുസ്ലിമേ, നിന്റെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് ഈ പരിശുദ്ധ മുട്ടത്തോടി വള്ളിയുടെ പള്ളിപ്പറമ്പിലേക്കാണ്. ആരൊക്കെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ കിടക്കുന്നതെന്നറിയോ? 90 വയസ്സായ ഉപ്പാപ്പയും 80 വയസ്സായ ഉമ്മാമയും മാത്രമല്ലല്ലോ അവിടെയുള്ളത്. മരിക്കാൻ ഒരു കാരണം വേണ്ട മുസ്ലിമേ, മരിക്കാൻ ആയുസ് തീരണമെന്നില്ല മുസ്ലിമേ. ഒരുപാട് കാലം ജീവിച്ച് കൊതി തീർന്ന് മരിക്കുമെന്ന് ഊഹിക്കണ്ട മുസ്ലിമേ. പ്രായാധിക്യം കുറഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ മരിക്കൂല എന്ന് തീരുമാനിക്കേണ്ട മുസ്ലിമേ. അവിടെ കിടക്കുന്നത് ആരാണെന്നറിയോ? 90 വയസ്സായ ഉപ്പാപ്പയും 80 വയസ്സായ ഉമ്മാമയും മാത്രമല്ല ആ പള്ളിപ്പറമ്പിലുള്ളത്. നിങ്ങളെ ഒന്ന് കണ്ണോടിച്ചു നോക്കുമോ? ആ പള്ളിപ്പറമ്പിന്റെ പരിശുദ്ധ വിശാലമായ ഗ്രൗണ്ടിൽ
ഗ്രൗണ്ടിലിരുന്നവളല്ലേ നീ. അവിടെ കേവലം വയസ്സുള്ളവർ മാത്രമല്ല ഉള്ളത്, മറിച്ച് ഗർഭഗൃഹത്തിൽ 9 മാസവും 10 ദിവസവും പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ജീവന്റെ തുടിപ്പ് നഷ്ടപ്പെട്ട് ചാപ്പിള്ളയായി ഈ ഭൂമോദരതലത്തിലേക്ക് ചോരപ്പൈതലായി കിടന്നു വന്ന ഒരു ചാപ്പിള്ള കിടക്കുന്ന നാടാ ആ പള്ളിക്കാട്. പ്രസവിച്ച ഉടനെ എത്രയോ പിഞ്ചു മക്കളെ മറവ് ചെയ്യപ്പെട്ട നാടായി മുട്ടത്തോടിയുടെ പള്ളിക്കാട്. 5 വയസ്സുള്ള പൊന്നുപോ, 10 വയസ്സുള്ള പൊന്നുപോ, ജീവിതത്തിന്റെ മധുരമായ പ്രതീക്ഷകൾ പൂണിയുന്നതിന്റെ മുമ്പ് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയ മധുരപ്പതിനാറുകാര്യം നിന്റെ കൂട്ടുകാരനായ നിന്റെ സഹപ്രവർത്തകനായ നിന്നോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്ന നിന്റെ തോളത്ത് കൈയിട്ട് നടന്നിരുന്ന നിന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന പ്രിയപ്പെട്ട തോഴന് കിടക്കുന്ന നാടാ ഈ പരിശുദ്ധ മുട്ടത്തോടിയുടെ പള്ളിക്കാട്. ആരോഗ്യ പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടുകളുമില്ല. രാത്രി കിടന്നുറങ്ങിയവൻ രാവിലെ മയ്യിത്തായി എഴുന്നേക്ക് പരിശുദ്ധമായി പള്ളിപ്പറമ്പിലേക്ക് കടന്നു വന്ന നാടായി മുട്ടത്തോടിയുടെ പള്ളിക്കാട്. ആരോഗ്യമുള്ള പല ആളുകളും പല പല കാരണങ്ങളെ കൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് പ്രയാണം നടത്തുമ്പോ അവരുടെ ആദ്യ വീടാകുന്ന ആരുടെ മണ്ണാകുന്ന തറവാടിൽ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തുകൊണ്ട് നമുക്ക് മരണത്തെ ഓർക്കാൻ കഴിയുന്നില്ല? നൈമിഷികമായ ദുനിയാവിൽ ജീവിക്കുന്ന നിന്നെ കുറിച്ചാണ് ലോകത്തിന്റെ നേതാവ് പോലും പറഞ്ഞത്. അവനെ പ്രതീക്ഷയില്ലാത്ത ദുനിയാവാ, വിശ്വസിക്കാന് പോലും കൊള്ളാത്ത ദുനിയാവാണ്, ചതിക്കുന്ന ദുനിയാവാണ്. ചതിക്കൂടാരമാകുന്ന ദുനിയാവിൽ നീ ജീവിക്കുമ്പോ നീ വിജ്ഞാന സദസ്സിലേക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നിടത് കാല് വെച്ച് ഉമ്മരപ്പടയാണ്ട് ഇവിടെ വന്നുവല്ലോ. വരുമ്പോൾ നിന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ നിന്റെ മനസ്സിന്റെ നീയത്ത് ഒന്ന് മാത്രമായിരിക്കണം, അല്ലാഹുവേ ഇവിടെ എന്നല്ല നാളെ നീ ജോലിക്ക് പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ഓഫീസിലേക്ക് പോകുമ്പോ, വ്യത്യസ്തപ്പെട്ട സഖികളിലേക്ക് നീ കടന്നു പോകുമ്പോ നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള നീയത്തൊന്ന് മാത്രം, അല്ലാഹുവേ ഇതിന്റെ അവസാനത്തെ യാത്രയായിരിക്കുമോ അല്ലാ. ലോകത്തിന്റെ നേതാവ് പോലും പറയുകയാണ്, അല്ലാഹുവേ പടച്ചവരേ നിന്റെ വീടിന്റെ ഉമ്മരപ്പടി താണ്ടി നീ കടന്നു പോകുമ്പോ മനസ്സിൽ പറയണമടാ, നിന്റെ നാക്കും തമ്മിൽ നീ പറയണമടാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. പടച്ചവരെ ഞാൻ യാത്ര ചെയ്യുകയാണ്, ഞാൻ വീട്ടിൽ നിന്ന് വീട് വിട്ടിറങ്ങുകയാണ്. ഇല്ല റബ്ബേ, എല്ലാം നിന്നെ ഏൽപ്പിച്ചു റബ്ബേ, തിരിച്ചു വരുമെന്ന ഗ്യാരണ്ടി ഇല്ല റബ്ബേ. നിന്റെ വാഹനത്തിൽ കയറുമ്പോഴും പോലും നിന്നോട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാൻ കൽപ്പിച്ചതെന്താ? സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. പടച്ചവനെ ഗ്യാരണ്ടി ഇല്ല റബ്ബേ, ഗ്യാരണ്ടി ഇല്ല അല്ലാഹ്. ഈ വാഹനം എവിടെയെങ്കിലും അപകടത്തിൽ പെട്ട് മരണപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ അറ്റാക്കിലൂടെ ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വാഹനം ഓടിക്കുന്നതിനിടയിൽ മരണപ്പെടുമോ എന്നറിയില്ല റബ്ബേ. ഇത് നിന്നിലേക്കുള്ള യാത്രയാണ്, പടച്ചവനെ മടങ്ങി വരൂല്ല എന്നുള്ള ഉറപ്പുള്ള ദുനിയാവിൽ ഞാൻ എന്റെ വാഹനത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. എത്രയോ പേര് നമ്മൾ കാണുന്നവരാ, രാവിലെ ഭാര്യക്ക് മുത്തം കൊടുത്തു പോയവൻ, മക്കൾക്ക് ടാറ്റാ പറഞ്ഞു പോയവൻ, വൈകുന്നേരം ആംബുലൻസിന്റെ സൈരണമായി വീട് മുറ്റത്തേക്ക് എത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ചെറുപ്പക്കാരൻ എനിക്കൊരു വാട്സാപ്പിലൂടെ ഒരു മെസ്സേജ് അയച്ചു തന്നു. ആരെ കുറിച്ചെന്നറിയോ? കണ്ണൂർ ജില്ലക്കാരനായ പാവപ്പെട്ട ഒരു കൂട്ടുകാരനാണ്. അല്ലാഹുവേ ഒരുപാട് വയസ്സില്ല, ഒരു ആരോഗ്യ പ്രശ്നവുമില്ല. ഡിസംബർ 2-ാം തീയതി നാട്ടിലേക്ക് വരാനുള്ള ടിക്കറ്റ് എടുത്തവനാണ്. ഭാര്യക്കും തന്റെ ഉമ്മക്കും പർദ്ദ അവിടെ നടിപ്പിച്ചവനാണ്. മക്കൾക്കുള്ള കളിപ്പാട്ടുകളും വസ്ത്രങ്ങളെല്ലാം വാങ്ങിയവനാ. കുടുംബത്തിന് വേണ്ട എല്ലാവിധ സ്വത്തുക്കളും വാങ്ങിയെടുത്തവനാണ്. അല്ലാഹുവേ വീട് പണി പൂർത്തിയായി കുടികൂടാനാണ് ആ പ്രിയപ്പെട്ടവൻ യാത്ര തിരിക്കാൻ തീരുമാനിച്ചത്. യാത്ര തിരിഞ്ഞു പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെയും താൻ പൊന്നുപോലെ സ്നേഹിക്കുന്ന മക്കളെയും നാട്ടിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തീരുമാനിച്ച ചെറുപ്പക്കാരനല്ലാ, ഇനി 2-3 ദിവസങ്ങളേ ഉള്ളു നാട്ടിൽ വരാൻ, 2-3 ദിവസങ്ങളേ ഉള്ളു നാട്ടിൽ വരാൻ. പടച്ച
പടച്ചവനെ വീട്ടിൽ സന്തോഷമാണ്. വർഷങ്ങൾ കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ ഭാര്യ ഒരുക്കത്തിലാണ്. അല്ലാ ഉപ്പ വരുന്ന സന്തോഷമല്ലേ, മക്കളിൽ ലാഘവത്തിലാണ്. അല്ലാ എന്റെ മകന്റെ മുഖം ചുളിഞ്ഞിട്ടുണ്ടാകുമോ, എന്റെ മകന്റെ ആരോഗ്യം എങ്ങനെയായിരിക്കും, അല്ലാ അവന് തളർന്നിട്ടുണ്ടാവുമോ, ആരോഗ്യത്തോടെ ഉണ്ടാകുമോ, തടിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള അഭിലാഷയോടുകൂടെ കാത്തു നിൽക്കുന്ന ബാപ്പയും ഉമ്മയും അല്ലാ എല്ലാ സാധനങ്ങളും വാങ്ങി ലഗേജ് പാക്കാക്കി അല്ലാ മറ്റന്നാള് 2-ാം തീയതി നാട്ടിലേക്ക് തിരിച്ചെത്തേണ്ട ചെറുപ്പക്കാരനല്ലാ, ഒരു ആരോഗ്യ പ്രശ്നമില്ല ചെറുപ്പക്കാരാ, റെസ്റ്റിലൂടെ നാട്ടിലേക്ക് വന്ന് താമസിക്കാൻ ആഗ്രഹിച്ചവനാ, കുടികൂടി ഭാര്യയോട് സല്ലപിക്കാൻ ആഗ്രഹിച്ചവനാ, അല്ലാഹുവിന്റെ അനുലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പടച്ചവരെ ഇന്നലെയാണ് ആ ചെറുപ്പക്കാരൻ അറ്റാക്കിലൂടെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ഇന്നിതാ ദുബായിലുള്ള ഒരു പള്ളി പരിസരത്തിന്റെ 6 മണ്ണിന്റെ എന്റെ പ്രിയപ്പെട്ടവരെ മീസാൻ കല്ലിന്റെ ചുവട്ടില് തന്റെ കബൾ തടം ചേർത്ത് മണ്ണറയിലേക്ക് വെച്ച് കിടക്കുമ്പോ ഏതെങ്കിലും ഒരു നാട്ടിന്റെ കഥകൾ പറയേണ്ട അവസരമല്ലല്ലോ. നിന്റെ നാട്ടിൽ എത്ര ചെറുപ്പക്കാരാ ഇങ്ങനെ മരിച്ചു പോയതാ, എത്ര ആളുകളാ നമ്മുടെ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അതുകൊണ്ട് മോനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നീ എത്ര ഓടിയാലും എത്ര ഭൗതികത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും എത്ര നിന്റെ കൂട്ടുകാരോടൊപ്പം പാതിരാത്രി വരെ അനാശാസ്ത്ര പ്രവണതകളിൽ ഏർപ്പെട്ടാലും പൊന്നുമോനെ നിന്റെ ഒരു ഓട്ടത്തിന് ബ്രേക്ക് വിടുപെടാ, അല്ലാഹു നിന്റെ കടിഞ്ഞാണം പിടിച്ചാൽ ഒന്നുമില്ല ചെറുപ്പക്കാരാ, ഒന്നുമില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, മരണത്തിനെ ഓർക്കാത്ത ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവല്ലേ, മരണത്തിനെ ഓർക്കാത്ത, മരണത്തെ ചിന്തിക്കാത്ത ഒരു ദിവസം പോലും എന്റെ മുട്ടത്തോടിയുള്ള വിജ്ഞാന സദസ്സിലുള്ളവരെ ഉണ്ടാകല്ലേ. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ട് പറയാണ്, എല്ലാ സുഖങ്ങളെയും എല്ലാ സന്തോഷങ്ങളെയും എല്ലാവിധ ഭൗതിക ലോകത്തിന്റെ അനുഭൂതികളെയും മുരിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ യഥേച്ഛമായി ഓർക്കണേ. നബി മുഹമ്മദുനിൽ മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇല്ല റബ്ബേ ഇല്ല, അല്ലാഹുവേ പടച്ചവനെ ആത്മാവിനെ പിഴുത്തെടുക്കലിന്റെ ദൗത്യം നീ എന്നെ ഏൽപ്പിക്കല്ല അല്ലാ. ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വൈരുദ്ധ്യം കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ പറഞ്ഞത്, പടച്ചവന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെയല്ല പറഞ്ഞത്, മറിച്ച് മരണത്തിന്റെ ഭീകരതകളെ ഓർത്തിട്ടാണ്. ആ മരണത്തിന്റെ ഭീകരതകളിൽ നിന്ന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറഞ്ഞു പിന്നെ നമുക്ക് ഖബർ ജീവിതത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ മരണത്തിന്റെ ഭീകരത എന്തെന്നറിയോ, ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ഒന്നാമത്തെ ഭീകരത എന്തെന്നറിയോ, ഒരു മനുഷ്യന് മരിക്കുന്നത് എപ്പോഴാണെന്ന് തന്നെ അറിയില്ല. ഒരു മനുഷ്യന് എപ്പോ മരിക്കുന്നെന്ന് അറിയില്ല, അതന്നെ വലിയ ഭീകരത. ഇപ്പൊ എന്ത് ചിരിച്ചോണുണ്ട് അല്ലേ, കളിച്ചോണുണ്ട്. അസ്രായേൽ എവിടെ കളിക്കറ ചിരിക്കറ, നാളെ നിനക്ക് പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ കുടുംബത്തെ കരയും പോലെ ഞാൻ ആക്കുന്നു. മരിച്ച വീട്ടിലെ അള്ളാന്റെ മഹാന്മാർ പറയാണ്, ഒരു മനുഷ്യനും അവന്റെ ഭാര്യയും അവന്റെ കുടുംബം ഇങ്ങനെ കരയുമ്പോ അസ്രായേൽ ചിരിച്ചുകൊണ്ട് പറയത്രേ, നാളെ നീ, ഇന്ന് ഓൻ്റെത് കഴിഞ്ഞ് നാളെ നീ. എത്ര കുടുംബം അങ്ങനെ ആയില്ലേ, എത്ര സന്തോഷത്തിൽ, എത്ര റാഹത്തിൽ, എത്ര സമാധാനത്തിൽ. അള്ളാഹ് കുടുംബത്തെ നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണേറ് കൊണ്ടുപോയി എന്ന് തോന്നിപ്പോവും. ആ നിലക്കുണ്ടായിരുന്ന കുടുംബത്തിന്റെ കുടുംബനാഥനെ 1 മിനിറ്റ് കൊണ്ട് അസ്രായേൽ കൊണ്ടുപോയില്ലേ. അള്ളാന്റെ പരിശുദ്ധ റസൂല് പറയാണ്, 5 കാര്യങ്ങൾ അള്ളാഹ്ക്കല്ലാതെ ആർക്കും അറിയാല. അഞ്ചാമതായി അള്ളാന്റെ റസൂല് പറയുകയാണ്, വലാ യദ്രി ബിഅയി അർളിൻ തമൂത്, ഒരു മനുഷ്യൻ എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏത് സെക്കൻഡിലാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കുകയെന്ന് അത് അള്ളാഹ്ക്കല്ലാതെ അറിയില്ല മുസ്ലിമേ. ഇസ്രായേൽ അതുകൊണ്ടാണ് ഭയപ്പെട്ടു പോയത്, അല്ലാഹുവിനോട് പറഞ്ഞത് കഴിയില്ല റബ്ബേ. കാരണം സന്തോഷത്തിലുള്ള കുടുംബത്തെ, അവരുടെ കുടുംബനാഥനെ എങ്ങനെയാണ് റബ്ബേ ഞാൻ പിഴുത്തെടുത്തു
കൊണ്ടുവരിക? അവരുടെ സന്തോഷത്തെ ഞാൻ എങ്ങനെയാണ് സ്തമിപ്പിക്കുക? അതുകൊണ്ട് കഴിയില്ല റബ്ബേ, ആ ദൗത്യം നീ എന്നെ ഏൽപ്പിക്കല്ല അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറയട്ടെ, രണ്ടാമത്തെ മരണത്തിന്റെ ഭീകരത എന്തെന്നറിയോ? ഒരു മനുഷ്യന് മരിക്കുന്ന 40 ദിവസം മുമ്പ്, ഒന്നല്ല രണ്ടല്ല 40 ദിവസം മുമ്പ് 3 മലക്കുകൾ വരികയാണ്. 3 മലക്കുകൾ വരും. ഏതെല്ലാം മലക്ക്? ഒന്ന് നിനക്ക് ഭക്ഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ഒന്ന് നിനക്ക് വായു കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക്, ഒന്ന് നിനക്ക് പാനീയം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് 40 ദിവസത്തിന്റെ മുമ്പ് നിന്റെ അടുത്ത് വരും. പണ്ടത്തെ ആളെല്ലാം പറയാറുണ്ട്, സക്കറാത്ത് മൗത്തിന്റെ വേദന 40 ദിവസമാണ്. അങ്ങനല്ല, ഈ 40 ദിവസത്തിന് മുമ്പ് ഈ 3 മലക്കുകൾ വരുന്ന വന്നിട്ട് പറയും, എന്താ നിനക്ക് ഭക്ഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയാണ്, കല്യാണ വീട്ടിൽ പോയി മന്തി കഴിക്കുമ്പോ ആടിന്റെ പൊരിച്ച മാംസം ഇങ്ങനെ ഭക്ഷിക്കുമ്പോ പറയാണ്, മോനെ കഴിച്ചോ കഴിച്ചോ, നിനക്ക് നീ ദുനിയാവിൽ ഈ മുട്ടത്തോടിയുടെ പുതിയ ആപ്പിളയോടുകൂടെയുള്ള ഭക്ഷണം 40 ദിവസമാണ് മോനെ. ബിരിയാണിയും സുഭിക്ഷമായ ഭക്ഷണം ഉണ്ണുമ്പോ ആ ഭക്ഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് നിന്നോട് പറയാണ്, മോനെ കഴിച്ചോടാ കഴിച്ചോടാ, അടിച്ചു പൊളിച്ചോടാ, പ്രശ്നമല്ലടാ, ഇനി 40 ദിവസമേ നിനക്ക് കഴിക്കാറുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് വായു കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയാണ്, വായു കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയുകയാണ്, മോനെ നീ ശ്വസിക്കുന്നുണ്ടല്ലോ, നിന്റെ വീടിന്റെ കത്തളത്ത് എസിയുടെയും കൂളറിന്റെയും ഫാനിന്റെയും താഴ്വരയിൽ കിടന്നുറങ്ങുമ്പോ ആ മലക്ക് വന്ന് പറയാണ്, മോനെ ഇനി നിനക്ക് മുട്ടത്തോടെയിൽ ശ്വസിക്കാനുള്ള വായുവുണ്ടല്ലോ, കേവലം 40 ദിവസം മാത്രമാണടാ. പിന്നെ കൂളറില്ലാത്ത, ഫാനില്ലാത്ത, എസി ഇല്ലാത്ത ഇടുങ്ങിയ വീടിലേക്ക് നീ വരാനുള്ളവനാണടാ. നിന്നെ വെൽക്കം ചെയ്യുകയാണ് ആ മലക്ക്. മൂന്നാമത്തെ പാനീയം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയാട്, നീ നല്ല ജ്യൂസ് കുടിക്കുമ്പോ, നീ നല്ല വെള്ളം കുടിക്കുമ്പോ, നീ നല്ല പാനീയം കുടിക്കുമ്പോ മലക്ക് പറയാണ്, മോനെ ഇനി നിനക്ക് മുട്ടത്തോടിയിലും ഇങ്ങനെയുള്ള വിഭവസമൃദ്ധമായ സദസ്സുകളിൽ കുടിക്കാനുള്ള വെള്ളം കേവലം 40 ദിവസമാ. ഇത് നിന്റെ അവസാനത്തെ കുടിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ 40 ദിവസം മുതൽക്ക് മരിക്കുന്നത് വരെ ആ മനുഷ്യനെ മലക്കുകൾ വിളിക്കുന്നത് മയ്യിത്തേ. ഇന്നലെ വരെ അബൂബക്കർ എന്ന് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, ഇന്നലെ വരെ അബ്ദുൽ കരീം എന്ന് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, ഇന്നലെ വരെ മുഹമ്മദ് എന്ന് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മലക്കുകൾ അന്ന് മുതൽ പേര് മാറ്റുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മലക്കുകൾ വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? മയ്യിത്തേ, ഓ മയ്യിത്തേ, നിന്നെ വിളിക്കുന്ന മയ്യിത്ത്. ഇപ്പൊ നമ്മൾ ഇരുന്നിട്ട് വാത് കേൾക്കുന്നത് എത്ര ആളുടെ ബാക്കിലുണ്ട് ഈ മലക്ക് എന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ടാ? ഈ നിന്നിട്ട് ഭയങ്കര ആവേശത്തിൽ വാത് പറയുന്നത് എനിക്ക് തന്നെ ധൈര്യമുണ്ട്, എന്റെ ബാക്കിൽ ചിലപ്പോൾ പറയുന്നുണ്ടാവും, അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു അമലുമില്ല കൊണ്ടുപോകാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് മരിച്ച് നാളെ മരിച്ച് നാട്ടിലെ അനൗൺസ്മെന്റ് ചെയ്ത് നാട്ടുകാർക്ക് മൊത്തം അറിഞ്ഞ് എന്തുണ്ട് പോകുമ്പോ കൊണ്ടുപോകാൻ? കുറച്ച് ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തും ഹസൂയയും ചതിയും വഞ്ചനയല്ലാതെ ഈ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകാൻ എന്തുണ്ട്? അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ, അമലിലൂടെ മുന്നേറാനുള്ള തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ഭീകരതയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യന് മരിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യനെ മലക്കുകൾ വന്ന് കെട്ടിയിടും. മലക്കുകൾ വന്നിട്ട് ഇങ്ങനെ പിടിച്ചു കെട്ടും, ഒറ്റ കെട്ട്. മരിക്കുന്ന ദിവസം ഗസാലി ഇമാം പറയാണ്, മരിക്കുന്ന ദിവസം ഗസാലി ഇമാം പറയുകയാണ്, ഒരു മനുഷ്യനിക്ക് മരണ ദിവസം 2 അടയാളമുണ്ടാകും. എന്താ ആ 2 അടയാളത്തിൽ നിന്നുള്ള ഒന്നാമത്തെ അടയാളം? ഗസാലി ഇമാം പറയുകയാണ്, വല്ലാത്ത സൗന്ദര്യമാണ്, ഭയങ്കര ഗ്ലാമർ ഉണ്ടാവും. ഇന്ന് എനിക്ക് ഭയങ്കര, ഞാൻ ഉസ്താദെ കണ്ണാടി നോക്കുമ്പോൾ ഭയങ്കര ഗ്ലാമർ ഉണ്ട്. അന്ന് തന്നെ നിന്റെ എൻഡ് തീരുന്നു, നിന്റേത് തീരാനായി, നിന്റേത് ഉണ്ടാവാനായി എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമതായി, മരിക്കുന്ന ദിവസം ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയാൽ ഒരു മൂഡ് ഓഫ് ഉണ്ടാവും. എന്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകൾ വന്ന് കെട്ടിയിടുമ്പോഴാണ് ഒരു മനുഷ്യൻ കുഴഞ്ഞു വീഴുന്നത്.
മലക്കുകൾ വന്ന് കെട്ടിയിടുമ്പോഴാ കൊഴിഞ്ഞു വീഴുന്നത്. ലോകത്തിന്റെ നേതാവിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, എന്തിനാണ് നബിയെ ഒരു മനുഷ്യനെ മരിക്കുന്ന നേരത്ത് കെട്ടിയിടുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവനെങ്ങാനും മലക്കുകൾ വന്ന് കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സ്വഹാബാ, അവനെ ഭൂമിയാസകലം മലക്കുകളെ കൊണ്ട് വിരണ്ട് ഓടുമായിരുന്നു. ആ മലക്കുകളെ കണ്ട് ഭയന്നോടുമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മാലാകന്മാർ വന്ന ആ മനുഷ്യനെ കെട്ടിയിടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴത്തെയോ കഥ പറയുന്നതല്ല, ഒരു കെട്ടിക്കഥയല്ല, ലോകത്തിന്റെ നേതാവ് പറഞ്ഞതാണ്. അത് ഈ സദസ്സിലാവാ, നാളത്തെ ദിവസമാവാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയാവാ. എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ 4ാമത്തെ ഭീകരതയെ കൂടി പറയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മരണത്തിന്റെ 4ാമത്തെ ഭീകരത എന്തെന്നറിയോ? ഇന്നേ വരെ നമ്മളെ കണ്ടുകൊണ്ട് കാണാത്ത, കേവലം കേട്ട് മാത്രം മതിയുള്ള മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുകയാണ്. അസ്റായീലിനെ കാണാൻ എല്ലാം തീർന്നു. നിന്റെ തിരക്കും പോയി, നിന്റെ ബിസിയും പോയി, നിന്റെ കച്ചവടം പോയി, എല്ലാം പൊട്ടി. അസ്റായീലിനെ കണ്ട ഒരു നോട്ടം, പടച്ചോനെ, ഇത്ര വേഗം അസ്റായീൽ വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അല്ലാഹ്, ഇത്ര പെട്ടെന്ന് അസ്റായീൽ വരുമെന്ന് കരുതിയിരുന്നില്ല റബ്ബേ. ഒരൊറ്റ നോട്ടം അസ്റായീലിന്റെ മുഖത്തേക്ക്, സഹതാപത്തിന്റെ നോട്ടം. അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുമ്പോൾ പിന്നെ നിനക്കാരുമില്ലല്ലോ, ആരോട് പരാതി പറയാനാ? തലവേദന വന്നാൽ ഭാര്യയോട് നീ പരാതി പറയുമായിരുന്നു. നെഞ്ചുവേദന വന്നാൽ, ഒരു ജലദോഷം വന്നാൽ നിനക്ക് താങ്ങും തണലുമായി നിൽക്കാൻ നിന്റെ പ്രിയപ്പെട്ടവൾ ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ ഭാര്യയും അസ്റായീലിനെ കാണുമ്പോ കൈയൊഴിഞ്ഞു പോയി. ചുറ്റുവട്ടത്തുള്ള ആളുകാരെ വിളിച്ചു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സക്കറാത്തിന്റെ ഹാലിലാ, പ്രതീക്ഷയില്ലാത്ത ദുനിയാവിൽ നിന്ന് അദ്ദേഹം പോവുകയാണ്. എല്ലാരും വരും. എന്നിട്ടോ ആ ഭാര്യ പോലും നിന്നെ രക്ഷപ്പെടുത്താൻ നോക്കുന്നില്ല, കാരണം തീർന്നു പോയി. പല ഡോക്ടർമാരുടെ അടുത്തും എന്റെ പ്രിയപ്പെട്ടവരെ 108 നമ്പറുള്ള ആംബുലൻസ് ഓടിച്ചു പോയി. ഡോക്ടർമാരെ കൈയൊഴിയുമ്പോഴല്ലാ, നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞപ്പോ, അല്ലാ, പിന്നെ ഒരു പ്രതീക്ഷയുമില്ലല്ലോ റബ്ബേ. പിന്നെ ഒരൊറ്റ പ്രതീക്ഷ നിന്റെ റബ്ബിനോടാണ്, നിന്നെ പടച്ച ഖാലിഖായ അല്ലാഹുവിനോടാണ്. പടച്ചവരെ, മനസ്സുരുകിയ മരണക്കിടപ്പറയിൽ കിടന്നുകൊണ്ട്, മരണക്കിടപ്പിൽ കിടന്നുകൊണ്ട്, മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് നീ അല്ലാഹുവിനോട് പറയാണല്ലാ, മുട്ടത്തോടിയിൽ ഞാൻ 60 കൊല്ലം ജീവിച്ചു റബ്ബേ, മുട്ടത്തോടിയിൽ ഞാൻ 70 കൊല്ലം ജീവിച്ചു റബ്ബേ, മുട്ടത്തോടിയിൽ ഞാൻ 40 കൊല്ലം ജീവിച്ചു റബ്ബേ. എത്രയോ വഅദ് കേട്ടതാണ് അല്ലാ, ഇത്ര പെട്ടെന്ന് ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചില്ല റബ്ബേ. അല്ലാ, അസ്റായീൽ വന്നിരിക്കുകയാണ്. എന്റെ ഭാര്യ മക്കളിൽ നിന്ന് എന്നെ അകറ്റുകയാണ്, എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ കൊണ്ടുപോവുകയാണ്. എന്റെ കൂടപ്പറപ്പുകളില്ലാത്ത, എന്റെ നാട്ടുകാരില്ലാത്ത, അയൽവാസികളില്ലാത്ത മുട്ടത്തോടി പള്ളിയുടെ പള്ളിപ്പറമ്പിൽ എന്നെ കൊണ്ട് ഒറ്റപ്പെട്ട് കിടക്കാൻ കഴിയില്ല റബ്ബേ. എങ്ങനെയാണ് റബ്ബേ? കരണ്ട് പോയാൽ പടച്ചവനെ, ഒരു വീടിന്റെ അകത്തളത്തുള്ള റൂമിന്റെ അകത്തളത്ത് താമസിക്കാൻ പോലും പേടിച്ചവരാണ് അല്ലാ. പടച്ചോനെ, എങ്ങനെയാ മണ്ണറക്കൂടിന്റെ അകത്തളത്ത് ഞാൻ കിടക്കുക? അല്ലാ, തിന്മ ചെയ്തു പോയി റബ്ബേ. ഒരു നന്മയുള്ള മനുഷ്യന് ഞാനല്ല അല്ലാ. അല്ലാഹുവിനോട് ഫസ്റ്റായി നീ പറയുന്ന റിക്വസ്റ്റ് എന്തെന്നറിയോ? അല്ലാഹുവിനോട് നീ പറയാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പടച്ചവനെ, ഒരുപാട് ദീർഘായുസ് എനിക്ക് വേണ്ട, ഒരുപാട് കാലം ജീവിക്കാനുള്ള അവസരം വേണ്ട. എന്നൊരു 60 വയസ്സ് വേണ്ട റബ്ബേ, എന്നൊരു 60 മാസം വേണ്ട റബ്ബേ, എന്നൊരു 60 ആഴ്ച വേണ്ട റബ്ബേ, എന്നൊരു 60 സെക്കൻഡ് പോലും വേണ്ട. ഒരു കണ്ണ് ചമ്പി തുറക്കുന്ന സമയം എനിക്ക് അനുവദിക്കൂ അല്ലാ. അങ്ങനെ തന്നാൽ പടച്ചവനോട് നീ പറയാണ്, ഫഅസ്വദ്ദഖാ അല്ലാഹുവോട്
പടച്ചോനെ നിനക്ക് പൈസ തരാം, അല്ലാ നിനക്ക് ഞാൻ പൈസ തരാം, നീ എനിക്ക് ഒരു കുറച്ച് ആയുസ് തരുവോ റബ്ബേ, ഞാൻ നിനക്ക് പൈസ തരാം. അള്ളാഹിനോട് പറയാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാന്റെ റസൂൽ പറയാണ് ഒരു മനുഷ്യൻ മരിക്കുന്ന നേരത്ത്, എന്റെ പ്രിയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ പോലത്തെ മണ്ടന്മാർ ലോകത്തില്ല. അവന്റെ ഭൗതിക ലോകത്ത് ഒരുക്കി വെച്ച മുഴുവനും സമ്പത്തുകൾ അല്ലാഹുവിന്റെ മലക്കുകൾ കൊണ്ടുവന്ന് കാണിക്കും. ഇതാ നീ കാസർഗോഡിലുണ്ടാക്കിയത്, ഒളയത്തടുക്കത്തുണ്ടാക്കിയത്, ബോംബെയിലുണ്ടാക്കിയത്, ഗൾഫിലുണ്ടാക്കിയത്, ഇതാ എല്ലാം നോക്ക് 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 നോക്ക്. പള്ളിക്ക് 10 രൂപ ചോദിക്കുമ്പോ നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഇതിപ്പോ നിന്റേതല്ല. പള്ളിക്ക് 10 രൂപ ചോദിക്കുമ്പോ നിന്നെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇത് നിന്റേതല്ല. അപ്പൊ അള്ളാഹിനോട് പറയാണ്, പഠിച്ചോനെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോര നീരാക്കി ഉണ്ടാക്കിയ ഈ സമ്പത്തിനെ കുറിച്ച് എന്റേതല്ലാന്ന് പറയുന്നു റബ്ബേ. അള്ളാഹ് ഒരു സെക്കൻഡ് താ, എന്റെ കുടുംബത്തിൻ്റെതാണ്, എന്റെ ഭാര്യയുടേതാണ്, എന്റെ മക്കളുടേതാണെന്ന് അവകാശപ്പെടുന്നു മലക്കുകൾ. ഒരു സെക്കൻഡ് തന്നാൽ എല്ലാം പള്ളിക്ക് റബ്ബേ, ദീനിന് റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി പറയുന്നത് മുട്ടത്തോടിയിലുള്ള മുസ്ലിമി അല്ലാഹുവിനോട് പറയാണ്, നന്നാവാന് കഴിഞ്ഞില്ല റബ്ബേ, 60 വയസ്സ് കൊണ്ട് എനിക്ക് നന്നാവാന് കഴിഞ്ഞില്ല. ആരാനെ ഞാൻ കുർപ്പാത്ത് പറഞ്ഞവനാ, ഗീബത്ത് പറഞ്ഞു നടന്നവനാ, ഫസാദ് പറഞ്ഞു നടന്നവനാ, ഫിത്നയുണ്ടാക്കി തമ്മിലടിപ്പിച്ചവനാ, വേണ്ടാദീനങ്ങളെ പറഞ്ഞവനാ, എന്റെ ഇബാദത്തുകളെ പരിചയം ചെയ്യുന്നവനാ, പള്ളിയിലേക്ക് പോകാത്തവനാ, ഒരു ഇൽമിന്റെ മജ്‌ലിസിലിരിക്കാൻ പോലും മനസ്സ് കാണിക്കാത്തവനാ, പാതിരാത്രിയുടെ യാമങ്ങളിൽ പോലും ക്ലബ്ബുകളിൽ ഇരുന്ന് ഞാൻ ചൊട്ടിയവനാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ പറയുമത്രേ, അല്ലാഹുവേ ഞാൻ സീരിയൽ കണ്ടവളാ, സിനിമ കണ്ടവളാ, പടച്ച റബ്ബേ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചവളാ. സുന്ദരമായ ജീവിതത്തിലൂടെ ദാമ്പത്തിക ജീവിതം മുന്നേറുമ്പോ ഏതോ ഒരു പ്രതീക്ഷിക്കാത്ത കോളിലൂടെ, മെസ്സേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ചതിച്ചുകൊണ്ട് ഞാൻ കാമുകനോട് സല്ലപിച്ചവളാ. എന്റെ കാമുകനോട് ഞാൻ സല്ലപിച്ചവളാ, ഞാൻ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്തവളാ. അല്ലാഹുവേ പടച്ചവരെ പുറത്തു തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഞാൻ വിശ്വാസവഞ്ചന നടത്തിയവളാണ്. എനിക്ക് രക്ഷയില്ല റബ്ബേ, ഇല്ല റബ്ബേ, ഇല്ല. ഒരു സെക്കൻഡ് എനിക്ക് ചിന്തിച്ചു തരുമോ അല്ലാ. അല്ലാ അപ്പോൾ പറയുന്ന മറുപടി എന്തെന്നറിയോ? നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു സെക്കൻഡ് പോലും പിന്തിക്കുന്ന പ്രശ്നമില്ല, തീർന്നു. ഒരു സെക്കൻഡ് പോലും ഇനി പിന്തിക്കാന ടൈം തന്നില്ലേ? ടൈം തന്നപ്പോ എനിക്ക് നന്നാവാൻ കഴിഞ്ഞില്ല, ഇനി നീ നന്നാവണ്ട. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ മരണം ഹൈറാക്കി എളുപ്പമാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനിങ്ങനെ പറയുന്നതെന്നറിയോ? ഈ അസ്റായിലിനെ കാണുന്ന രംഗം 2 രൂപത്തിലാണ്. ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു നല്ല മനുഷ്യൻ അവനെങ്ങനെ ദർശിക്കും, ഒരു മോശപ്പെട്ട മനുഷ്യൻ എങ്ങനെ ദർശിക്കുമെന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആവശ്യപ്പെട്ടു. അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അസ്റായീലിനോട് ആവശ്യപ്പെട്ടു, അസ്റായീലെ കാലായി നിന്നെ കേൾക്കുന്നത് തമ്മാടികൾ അങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. ഹൽ തസ്തദിയു അൻ തുരിനി സൂറത്തകല്ലതി തഖ്ബിദു അർവാഹൽ ഫാജിർ. ഒരു തമ്മാടിയായ മനുഷ്യന്റെ റൂഹ് എങ്ങനെ നീ മരിക്കുന്ന നേരത്ത് അവന്റെ അടുത്ത് വരുന്ന രംഗം ഒന്ന് കാണിച്ചു തരുമോ? അങ്ങനെ ഒരു തമ്മാടിയായ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ റൂഹ് പിടിക്കുമ്പോൾ എങ്ങനെ അവന്റെ അടുത്ത് വരുന്നത്? തമ്മാടി എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന് വിചാരിച്ച കുറെ ഗീബത്ത്, ഫിത്ന, ഫസാദ് അങ്ങനെ പറയണമെന്നല്ല. ഇത് വലിയ സീനിയർ തമ്മാടി, വലിയ തമ്മാടികളുടെ കൂട്ടത്തിൽ അല്ലെ പ്രധാനമന്ത്രിയാണ്. പിന്നെ ഇന്നത്തെ മഗ്രിബ് നിസ്കാരം ഒരു ചെറുപ്പക്കാരൻ അവന് നിസ്കരിക്കാതെ ഈ സദസ്സിലുണ്ടെങ്കിൽ അവന്റെ പേര് തമ്മാടി. വേറെന്ത് വേണ്ടല്ലേ? ഒരു ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടൊരു പെണ്ണ് തന്റെ കാമുകനുമായി അവൻ പണിക്ക് പോയപ്പോ അല്ലെ ഗൾഫിലുണ്ട്, ഓക്ക് നേരലും തൂങ്ങലും ചാറ്റിങ്ങും മെസ്സേജും വീഡിയോ കോളും, നിന്റെ പേര് തമ്മാടിച്ച്. വേറൊന്നും വേണ്ട. സിനിമയും സീരിയലും റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ നീ തപസ്സരിക്കുന്നു, നിന്റെ പേര് തമ്മാടിച്ച്. പെങ്ങളെ മാറണം പെങ്ങളെ, ഒരു കുടുംബ ജീവിതത്തെ തകർക്കല്ല പെങ്ങളെ. നിന്നെ പോലോത്ത എത്രയോ കുടുംബ പ്രതീക്ഷകൾ ഒരുപാട് മനസ്സിന്റെ അകത്തളത്ത് കൊണ്ടു നടക്കുന്ന ഭർത്താക്കന്മാരുടെ ലോകത്താണ്
എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവനും നിലകൊള്ളുന്നത് അല്ലാഹുവേ പടച്ചവൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ടു. എങ്ങനെയാ ഈ പറഞ്ഞവരുടെ റൂഹ് എങ്ങനെയാണ് അസ്രായീലെ നീ പിടിക്കാൻ വരുമ്പോ നിന്റെ കോലം? ഇബ്രാഹിം നബിയോട് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇബ്രാഹിം നബി ആര്? നമ്മളെ ഇവിടുത്തെ മുട്ടത്തോണ്ട് ഇബ്രാഹിം ആളാ? നിങ്ങൾ വിചാരിക്കുക അത് ഇബ്രാഹിം നബി അല്ലേ? ഇബ്രാഹിം നബി ആര്? മുട്ടത്തോട് ഇബ്രാഹിം കഥല്ല ഇത്. അള്ളാന്റെ ചങ്ങായി ഖലീലുള്ളാഹ്, അള്ളാന്റെ ഫ്രണ്ട്, സ്വന്തം മകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അറുക്കാൻ സന്നദ്ധനായ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന്റെ ഉടമ ആ പ്രവാചകനോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് കഴിയില്ല. അത് അയാളെ റൂഹ് പിടിക്കാൻ വരുന്ന ആളല്ല. ഏതോ ഈ പറഞ്ഞ ആളുണ്ടല്ലോ, നിസ്കരിക്കാത്തോ നോമ്പടിക്കാത്തോ കള്ളു കുടിക്കുന്നോ ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ്, ഇവരുടെ റൂഹ് പിടിക്കുന്ന അസ്രായീലിന്റെ രൂപം എങ്ങനെയാണെന്ന് കാണിച്ചു തരുമോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാശി പിടിച്ചെനിക്ക് കണ്ടേ പറ്റൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിസമ്മതിച്ച് പിന്മാറിയെങ്കിലും ഇബ്രാഹിമിന്റെ വാശിക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഇസ്രായീൽ പറഞ്ഞു, കാണിച്ചു തരാം ഇബ്രാഹിം നബിയേ, ഞാൻ കാണിക്കണമെങ്കിൽ ഞാൻ എന്റെ രൂപമാറ്റുന്നതിന് വേണ്ടി ഇബ്രാഹിം, എനിക്ക് രൂപഭാവങ്ങളെ മാറ്റാൻ ഒരല്പം സമയം തരണം. അതുവരെ നിങ്ങൾ തിരിഞ്ഞു നിൽക്കണം, മാറി നിൽക്കണം. അല്ലാഹുവേ പടച്ചവനെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നിൽക്കുകയാണ്. തിരിഞ്ഞു നിന്ന് ഒരുപാട് സമയം കഴിയുമ്പോൾ അസ്രായീൽ പറഞ്ഞു, എന്നെ നോക്കണേ ഇബ്രാഹിം, തമ്മാടിയുടെ റൂഹ് പിടിക്കുന്ന ഞാൻ എന്റെ കോലം മാറ്റിയിരിക്കുകയാണ്. ഒരു തമ്മാടിയുടെ അടുത്ത് ഞാൻ റൂഹ് പിടിക്കാൻ വേണ്ടി പോകുമ്പോ, ആ പ്രിയപ്പെട്ട മനുഷ്യന്റെ അടുത്ത് പോകുമ്പോ എന്റെ രൂപം എങ്ങനെയാണെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക് ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കുമ്പോ ഫഖറ ഇബ്രാഹിം സൈഖാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധം കെട്ടുപോയി. ഇബ്രാഹിം നബി ബോധക്ഷനായി വീണുപോയി, ബോധം കെട്ടുപോയി. മണിക്കൂറുകളോളം ബോധം തെളിഞ്ഞില്ല. അസ്രായീലിനെ കണ്ട് പേടിച്ച് ഭയന്ന് വിറച്ച് അല്ലാഹുവിന്റെ ഖലീലായ ഉലുൽ അസ്മകളിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധക്ഷനാവുകയാണ്. ഒരുപാട് സമയം കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധം തെളിഞ്ഞു. അല്ലാഹ് അസ്രായീലിനെ കാണുന്നില്ല. അപ്പോഴാണ് മാലോകരോട് മഹാനായ ഇബ്രാഹിം നബി പറയുന്നത്, തമ്മാടികളാവല്ലേ, ആരാന കുറ്റം കുറവും പറയില്ലേ, ഒരു ഭർത്താവിനെയും വഞ്ചിക്കല്ലേ, പാതിരാത്രിയുടെ യാമങ്ങൾ വരെ നിന്റെ കൂട്ടുകാരന്റെ തോളത്ത് കൈയിട്ട് നടക്കല്ലേ. ചെറുപ്പക്കാരാ, ഞാനല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിന്നോട് ഉപദേശിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാ, ഞാൻ ബോധം കെട്ട് വീഴാനുള്ള കാരണം എന്തെന്നറിയോ? ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ കറുകറുത്ത മനുഷ്യനാ, ആകാശത്തിന്റെ അത്ര വലിപ്പമുള്ള അസ്രായീൽ, മുടി നീണ്ടുപോയ മനുഷ്യനാണ്. അല്ലാഹുവേ പടച്ചവനെ, അസ്വദു സിയാബ്, കറുകറുത്തിരുണ്ടു പോയ വസ്ത്രമാണ്. ദുർഗന്ധം വയ്ക്കുന്ന വാസനയാണ് അസ്രായീൽ നിന്നടിച്ചു വീശുന്നത്. യഖ്റുജു മിൻ ഫീഹി വമനാഖിരിഹി ലഈബുൻ നാരി വദ്ദുഖാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ തീനാളങ്ങളുണ്ടല്ലോ, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ തീപടലങ്ങളുണ്ടല്ലോ, അസ്രായീലിന്റെ മൂക്കിൽ നിന്ന്, നാക്കിൽ നിന്ന് അസ്രായീലിന്റെ പരിശുദ്ധ ചുവടിൽ നിന്ന്, അസ്രായീലിന്റെ ഓരോരോ ദ്വാരങ്ങളിൽ നിന്ന് കത്തിപ്പടരുമ്പോ ഞാൻ പേടിച്ചു പോയി പ്രിയപ്പെട്ട ഉമ്മത്തെ എന്ന് പറഞ്ഞു തന്റെ സമുദായത്തോട് അസ്രായീലിനെ കുറിച്ച് മഹാനായ ഇബ്രാഹിം നബി പറയുമ്പോ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇത് എപ്പോഴോ ഉള്ള ഒരു കഥയല്ല. ഏതൊരു വിഷയത്തിനും സമയമുണ്ടല്ലോ. ഈ പറയുന്ന ഈ ദർശനമുണ്ടല്ലോ, ഒരുപക്ഷെ ഈ സദസ്സിലായിരിക്കുക, ഒരുപക്ഷെ നാളെയായിരിക്കാം,
അസ്രായീലിനെ കാണുമ്പോ പുഞ്ചിരിയോട് നിനക്ക് കാണണമെങ്കിൽ പടച്ചവനിലേക്ക് മുന്നേറുക, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ അടിച്ചു മാറ്റുക, അള്ളാന്റെ പ്രീതിയും പൊരുത്തത്തിലായി ജീവിക്കുമ്പോഴാ നിനക്ക് അസ്രായീലിന് നല്ല ദർശനം ശ്രമിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നത്. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകട്ടെ. മഹാനായ ഇസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമതായി ഇബ്രാഹിം നബി ചോദിച്ചു, ഇത് മോശപ്പെട്ട ആൾ അവസ്ഥയല്ലേ, ഇനി നല്ല മനുഷ്യന്മാരെ റൂഹ് പിടിക്കുന്ന നിന്റെ കോല എങ്ങനെ ഒന്ന് കാണിച്ചു തരും. സന്തോഷത്തോടെ സമ്മതിച്ചു. തിരിയാൻ പറഞ്ഞു, തിരിഞ്ഞു, കോലം മാറ്റി. എങ്ങനെയാണെന്നറിയോ ആ രൂപം? സന്തോഷത്താലെന്നും വിറകൊള്ളുന്നൊരു രൂപമാ, നന്നായുള്ളൊരു യുവാവിനെ പോലൊരു കോലമാ, കണ്ടാലശിച്ചുമ എങ്ങിത്തീരുന്ന ഭാവമാ, ഇനിയും കാണാനാഗ്രഹിച്ചു പോകും ശരീരമാ. മനസ്സിലായല്ലേ? വിശദീകരിക്കാൻ സമയമില്ല, അങ്ങനെ പാട്ട് പാടി ശരിയാക്കി. നല്ല മനുഷ്യനെ കാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അസ്രായേൽ ഒറ്റക്കല്ല വരുന്നത്. അസ്രായേൽ നമ്മുടെ നാട്ടിലേക്ക് ഒറ്റക്കല്ല, 500 മലക്കുകൾ അയാളുടെ അടുത്ത് വരും, അയാളെ കൂടെ വരും. 5ാമത്തെ ഭീകരത മരണവേദന. അത് വല്ലാത്ത വേദന, അസഹനീയമായ വേദന. അസ്രായേൽ വന്ന് നിന്റെ തലഭാഗത്തിരിക്കുകയാണ്. അല്ലാഹ് ഈ പറഞ്ഞ കോലത്തിൽ വന്നാൽ നമ്മുടെ അവസ്ഥ എന്താ? അല്ലാഹുവേ പടച്ചവനെ, 2 ഭാഗത്തും 250 മലക്കുകൾ ഇരിക്കുകയാണ്. നിന്നിങ്ങനെ കടത്തിട്ടല്ലേ ഉള്ളത്. അസ്രായേൽ തന്റെ ഭാഗത്തിരിക്കും, ഇപ്പുറത്ത് 250 മലക്കുകൾ, ഇപ്പുറത്ത് 250 മലക്കുകൾ. അസ്രായേൽ വന്നിട്ട് പറയും, ഔട്ട് ഔട്ട്. ആരോടാ? നമ്മുടെ റൂഹിനോട് പറയും, പുറത്തു വാ. ശരീരത്തിന്റെ ഉള്ളിൽ കുറെ കാലായിലെപ്പോ നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ അകത്തളത്ത് 4 മാസമാകുമ്പോ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നീ കഴിയുമ്പോ ഒരു മലക്ക് വന്ന് ഫിറ്റ് ചെയ്തതാണ് റൂഹ്. അത് പോയാൽ പോയി അല്ലേ? ഇപ്പൊ നമ്മൾ റൂഹിലേക്ക് നമ്മളെ ഖബറിൽ വെച്ചാൽ നമ്മെന്തില്ല, 40 ആകുമ്പോ എല്ലാം പോയി. ചിതലും പുശുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. എന്തൊരു മനോഹരാണ് തഴവാസ്താദിന്റെ ബൈത്ത്. എല്ലാം പോയി, അവസാനം ഒരു വല്ല് മാത്രം ബാക്കിയാവും. പിന്നെ കിട്ടുന്നത് മുഴുവനും നിന്റെ റൂഹിനാണ്. ആ റൂഹിനെ വിളിക്കും, വാ പുറത്തു വാ. അപ്പോഴാണ് ഈ റൂഹ്, ഈ ശരീരവും റൂഹുമായിട്ട് അഭേദ്യമായ ബന്ധം. ഇപ്പൊ ഉദാഹരണം, 70 വയസ്സുള്ള ഒരു ആചാർ, നമ്മളെ മുഹമ്മദ് ഹാജിക്ക് 70 വയസ്സെന്ന് വിളിക്കാം. 70 കൊല്ലായി അയാളെ ഫ്രണ്ട്ഷിപ്പ് ആക്കിയിട്ട് അയാളെ റൂഹിന്, നമ്മളെ റൂഹിന് 70 കൊല്ലം. ഇപ്പൊ എത്ര വർഷമായി നമുക്ക്? അത്ര വർഷമായി. അപ്പൊ ഈ ചങ്ങായിന്റെ അടുത്ത് പിരിയാൻ ഭയങ്കര പ്രയാസമല്ലേ? എങ്ങനെ പോനെ? കാരണം പോയെല്ലാം പോയില്ലേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവർ, ഈ റൂഹ് അസ്രായേലിനെ കൂട്ടാക്കാതെ മെല്ലെ ഒളിച്ചോടും. ഈ കടക്കാർ പരക്ക് വന്നപ്പോ മക്കളെ കഴിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് നീ വിളിക്കും പോലെ ഈ റൂഹ് മെല്ലെ ഒറ്റ വാച്ചിൽ ഓടി 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 നിൽക്കുന്നത് എവിടെന്നറിയോ? നിന്റെ കാലിന്റെ തള്ളവിരലിൽ പോയി ഈ റൂഹ് നിൽക്കും. ഇങ്ങനെ നിന്നപ്പോ അസ്രായേൽ ഡയറക്ഷൻ കൊടുത്ത 250 മലക്കുകളോട് വലിക്കിറ, വലിച്ച് 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 മുട്ടുവരെ ആ റൂഹിനെത്തിക്കും. മുട്ടുവരെ എത്തിയപ്പോ ഈ മലക്കുകൾക്ക് പിന്നെ വലിക്കാൻ പറ്റുന്നില്ല. ഇത് പിന്നെയും മല തവളയെ പോലെ ചാടിപ്പോവാൻ വേണ്ടി നോക്കുകയാണ്. തവളയെ പോലെ ചാടിപ്പോകാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ്. പോകുന്നില്ല, കൂട്ടാക്കുന്നില്ല. മലക്കുകൾ വീർത്തൊളിച്ചു. 250 മലക്കുകൾ വീർത്തൊലിക്കുമ്പോ അല്ലാഹുവേ, വലത് ഇടത് ഭാഗത്തുള്ള 250 മലക്കുകളുടെ സഹായം തേടുകയാണ്. ഒന്ന് വരിക. ഈ റൂഹ് ഒഴിച്ചുടാൻ വേണ്ടി നോക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഏത് മലക്കുകളുടെ അവസ്ഥ? ഇത് മനുഷ്യന്മാരുടെ അവസ്ഥയല്ല. ഈ ഭൂമിയെ വരട്ട് ഈ ചുറ്റുകൊണ്ട് നശിപ്പിക്കാൻ കഴിവുള്ള മലക്കുകളെ കുറിച്ചായി പറയുന്നത്.
ധൈര്യവും സ്ഥൈര്യമുള്ള ആ പ്രിയപ്പെട്ട മലക്കുകൾ പറയുകയാണല്ലാ, 250 മലക്കുകൾ മുട്ടിൽ നിന്ന് ഊരവരെ വലിച്ചു. മരിക്കുന്ന ആളുകളെ കാണുമല്ലോ പടച്ചവനെ വല്ലാത്ത ഊരവേദന. അവർ ആർത്തട്ടാസിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ബാപ്പ മരിക്കുമ്പോ കണ്ടവരാ, ഉമ്മ മരിക്കുമ്പോ കണ്ടവരാ, മക്കള് മരിക്കുമ്പോ കണ്ടവരാ. അല്ലാഹുവേ, പടച്ചവനെ വല്ലാത്ത ഊരവേദനയാ. സഹിക്കാൻ പറ്റാത്ത വേദനയോടുകൂടെ പുലയുമ്പോഴാണ് ഈ റൂഹ് പോകാൻ കൂട്ടാക്കുന്നില്ല. അസ്രായീലിനെ പിടികൊടുക്കാൻ സമ്മതിക്കാതിരിക്കുമ്പോ ഈ 250 മാലാകന്മാർ വിയർത്തൊളിച്ചു പോയി അവരെ കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റാതിരിക്കുമ്പോ മുട്ടുവരെ വലിച്ച 250 മലക്കുകളെ, ഊരവരെ വലിച്ച മലക്കുകൾ വിളിക്കുകയാണ്. ആ മലക്കുകൾ വന്ന് വലിച്ചഴച്ച് നെഞ്ച് വരെ എത്തിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ഒരു അറ്റാക്കിന്റെ വേദന, വല്ലാത്ത വേദന. മരിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടവരാ, സക്രാത്തിന്റെ വേളയിൽ കിടക്കുന്നവരെ കണ്ടവരാ. അല്ലാഹുവേ, ചാടി നായ്ക്കാൻ വേണ്ടി അവർ നിൽക്കുന്നത്, നെഞ്ചത്തെ കടിച്ച് പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടവരാ. ഈ രംഗം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നാവാം, നാളെയാവാം. അങ്ങനെ നെഞ്ച് വരെ ഈ പരിശുദ്ധ ആത്മാവിനെ വലിച്ച മലക്കുകൾക്ക് ആ മലക്ക് പരിശുദ്ധമായ റൂഹ് അസ്രായീലിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പറ്റാതെ അവർ അസഹനീയമായ അവസ്ഥയിൽ വിയർത്തൊലിക്കുമ്പോ ഊരവരെ വലിച്ച 250 മലക്കുകൾ തൊണ്ടക്കുഴിയിലേക്ക് വലിച്ച അസ്രായീലിന്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോ ഒരൊറ്റ ചാട്ടം വീണ്ടും ഇവിടേക്ക് തള്ളവിരലിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒന്നല്ല രണ്ടല്ല 99 പ്രാവശ്യം അപ്പുറം ഇപ്പുറം ഇപ്പുറം അപ്പുറം. അതുകൊണ്ടാണ് അലിയാർ തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യനെ കത്തരികളെ കൊണ്ട് കത്തരിക്കുന്നതിനേക്കാളും വലിയ അപകടമാണ് മരണം. ഇഞ്ചിഞ്ചായി ആ മരണത്തിന്റെ വേദന, അത് വല്ലാത്ത ഒരു വേദനയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അലിയാർ തങ്ങൾ പറയാണ്, മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരാളെ ഈ സദസ്സിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അറുത്ത് അയാളെ 1000 കഷണമാക്കൽ, അത് മരിക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പൊ എന്തായിരിക്കും മരണം? എന്ത്? ഒരാളെ ഈ സദസ്സിൽ നിന്ന് കൊണ്ടുവന്ന് അയാളെ അറുത്തിട്ട് 1000 കഷ്ണമാക്കുക. പ്രവാചകന്മാരുടെ മരണം നിങ്ങൾക്കറിയോ? മഹാനായ മൂസാ നബി, അള്ളാഹു ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അള്ളാനെ നേരിട്ട് കണ്ട കലീമുള്ള, അള്ളാനോട് നേരിട്ട് സംസാരിച്ച ഒരു പ്രവാചകൻ മരിച്ചതിന് ശേഷം അള്ളാന്റെ അടുത്ത് പോയി ചോദിച്ചു, എങ്ങനെയുണ്ടായി മൂസാ നിന്റെ മരണം? എങ്ങനെയുണ്ടായി? മൂസാ നബി പറഞ്ഞെന്തെന്നറിയോ? എന്റെ മരണവേദന ജീവനുള്ള ഒരു ആടുണ്ടല്ലോ, ആ ജീവനുള്ള ഒരു ആടിനെ ജീവനോടുകൂടെ അതിന്റെ തൊലി ഇരിഞ്ഞാൽ എത്ര വേദനയുണ്ടാവും, അതിനേക്കാൾ അപ്പുറമുള്ള വേദന പ്രവാചകനായ മൂസ സഹിച്ചു മരിക്കുന്ന നേരത്ത്. ആ വെക്കുന്ന കത്തിയല്ല, എന്ത് കത്തിയായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അല്ലാഹ് നിങ്ങളുടെ മരണവേദന എളുപ്പമാക്കി തരണേ അല്ലാഹ്. അതുകൊണ്ടാണ് മുൻഗാമികളായ മഹത്തുക്കൾക്ക് ഉറക്കുകളില്ലാത്ത രാത്രികൾ. അവർ ഉറങ്ങിയില്ലല്ലോ, അവർ ഉറങ്ങിയില്ലല്ലോ. മരണത്തെ ഓർത്ത് പൊട്ടിക്കരഞ്ഞല്ലോ. ആരായിരുന്നു? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എന്റെ ശേഷം ഒരു പ്രവാചകത്വത്തിന്റെ പരമോന്നതമായ പദവി അലങ്കരിച്ചുകൊണ്ട്, ഈ ഭൗതിക ലോകത്ത് പ്രവാചകത്വം എന്ന പദവി അലങ്കരിച്ചുകൊണ്ട് ഒരാൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ലകാന ഉമർ ഇബ്നുൽ ഖത്താബ്. എന്റെ ശേഷം പ്രവാചകനില്ല, ഒരു പക്ഷെ പ്രവാചകനാകണമെങ്കിൽ അത് ഉമറാവണം. എന്റെ പ്രിയപ്പെട്ടവർ, എന്തിനേറെ ഇസ്രാ കൈസർ കോട്ടകുത്തകങ്ങളെ വിറവിറപ്പിച്ച ഉമർ, അല്ലാഹുവേ പടച്ചവനെ ജാടയില്ലാത്ത ഉമർ, തന്റെ പ്രിയപ്പെട്ട കിങ്കരന്മാരെ ഒരു കാലത്ത് മോശപ്പെട്ട പ്രവർത്തനത്തിലൂടെ നടന്നിരുന്ന ആ ഉമറിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അയ്യിദിൽ ഇസ്ലാമ ബിഹാദൈനിൽ ഉമറൈൻ. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഈ ദീന് ശക്തിപ്പെടുത്തു റബ്ബേ. ആ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അധികാരം കിട്ടിയപ്പോ, മക്കയുടെ അധിപനായപ്പോ, പ്രധാനമന്ത്രിയായപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ജോലിക്കാരനെ നിയമിച്ചു, ഒരു പണിക്കാരൻ. എന്തിന്? ഇന്നത്തെ അധികാരികൾ, ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ഓന് ഡ്രൈവർ വേറെ, ഓന് എസ്കോർട്ട് വേറെ, ഓന്റെ PA വേറെ, അല്ലേ? സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ അവസ്ഥ.
ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ എന്തിനാ നിയമിച്ചേ? ഒരാളെ നിയമിച്ചു മരണത്തെ ഓർമ്മിപ്പിക്കാൻ. എപ്പോഴും വന്നിട്ട് പറയണം, മരിക്കും, നീ മരിക്കും, നീ മരിക്കും ഉമറേ, നീ മരിക്കും ഉമറേ. മുട്ടത്തോടിന്റെ ഉമർ ചെല്ലുക എന്താവും? നിന്റെ ചവിട്ടിനാണ്ട് കിട്ടും അല്ലേ? നിന്റെ ഉപ്പ മരിക്കുന്നത് ഞാനല്ല, വയസ്സുകാരാണ്. ഞാൻ കല്ല് പോലെ ഇല്ലേ ഇപ്പോഴും തോട്ടത്തിൽ ഞാൻ പണ്ടുണ്ടെങ്കിൽ ബേജാറാക്കിയിട്ടുണ്ട്. എനിക്കറിയില്ല എടുത്ത് മറിച്ചാൽ ഉണ്ടാ ഉണ്ടല്ലേ ആവട്ടെ. അപ്പോൾ കുറച്ച് എല്ലാവരും കൂട്ടി ആവട്ടെ, മാമിച്ച എല്ലാം ക്ലിയറായി. ആരായാലും എനിക്കാണെങ്കിൽ മരണത്തിന് നമുക്ക് എന്ത് ചുടിയല്ലേ മരിക്കുന്ന എന്ത് വേണം. മരിക്കുന്ന ഒരു വിഷയം പറഞ്ഞല്ലോ ഉസ്താദേ, അത് കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ്. പക്ഷേ ഇതിൽ കേട്ട് ഞാൻ വീട് വിട്ടോളാം, കേൾക്കാൻ രസം ഉണ്ടാവും. പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റൂല. അതാണ്, ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം മരണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. എന്നിട്ടോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജോലിക്കാരൻ നിയമിച്ചത് അതുകൊണ്ടാണ്. ഞാൻ ഇതിന്റെ വിഷയത്തിലോട്ട് മടങ്ങി വരികയാണ്. ഇസ്രായേൽ പറയുകയാണ്, ഇല്ല റബ്ബേ, ഇല്ല, എന്നെ ആ ദൗത്യം ഏൽപ്പിക്കല്ല റബ്ബേ, എന്നെ ആ ദൗത്യം നീ ഏൽപ്പിക്കല്ല അല്ലാഹ്. ഈ പറഞ്ഞ മരണത്തിന് ഒരുപാട് ഭീകരതകളെ ഞാൻ എണ്ണി എണ്ണി പറഞ്ഞല്ലോ, അതുകൊണ്ട് ആ ദൗത്യം നീ എന്നെ ഏൽപ്പിക്കല്ല റബ്ബേ. അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്രായേലിനോട് പറയുന്നത്, പേടിക്കണ്ട ഇസ്രായേൽ, പേടിക്കണ്ട ഇസ്രായേൽ, നിന്നെ മനുഷ്യ മക്കള് കുറ്റപ്പെടുത്താത്ത രീതിയിൽ, ശകാരിക്കാത്ത രീതിയിൽ കാര്യങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യാം. ഇസ്രായേൽ ജഅൽതു ലഹാ ഇലലം അസ്ബാബാ, മരണത്തിന് ഞാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കാം. മരണത്തിന് കാരണം ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഒരാൾ ചെന്ന് ചെറിയ പാലക്കാരൻ ഉസ്താദ്, അവന്റെ ആയുസ് തീർന്നിട്ടില്ല, ചെറിയ കിടാവ് ഉസ്താദ് പെട്ടെന്ന് വീണ്ടും മരിച്ചു. ആയുസ് തീരാതെ ദുനിയാവ് ആര് പോയിട്ടേ ഇല്ല, പോവില്ല അല്ലേ? നല്ല ആഫിയത്തുള്ള ഒരു മനുഷ്യൻ നിന്നടക്കന്നെ വീണ്ടും മരിച്ചാൽ ഞാൻ ഇസ്രായേലിനെ എങ്ങനെ പിടിച്ചിട്ട് വിടുവോ? എങ്ങനെ കിട്ടും അല്ലേ? എന്ത് പറയാ, എങ്ങനെങ്കിൽ ഒരു കാര്യങ്ങൾ ചെയ്യൂലേ? ഇസ്രായേൽ അതാണ് പറയുന്നത്, എന്നെ കൈകാര്യം ചെയ്യും മനുഷ്യ മക്കൾ, എന്നെ ശപിക്കും, ശകാരിക്കും. അള്ള പറഞ്ഞു, പേടിക്കണ്ട, ഓരോരു കാരണം മരണത്തിന് വെക്കാം. അതുകൊണ്ടാണ് കുഴഞ്ഞു വീണ് മരിച്ച്, അറ്റാക്കായി മരിച്ച്, തീ പിടിച്ചിട്ട് മരിച്ച്, ആക്സിഡന്റ് ആയിട്ട് മരിച്ചു, വെള്ളത്തിൽ മുങ്ങി മരിച്ചു, കുട്ടിക്ക് വലിയ മാരക രോഗം വന്ന് മരിച്ചു. അപ്പൊ ഒരു മനുഷ്യ മക്കൾ അത് ഇസ്രായേൽ വന്നില്ല, എല്ലാവർക്കും ഒരു സമാധാന, അത് അങ്ങനെ മരിച്ചു. ഒരു കാരണം വന്നിനാരി ഇസ്രായേൽ തന്നെ. രണ്ട് വണ്ടി പോകുമ്പോ ഒരു ഇടി, ജാഗ്രത ആക്കിനെ ബച്ചാവാട്ടിസ്താതെ എന്ത് വെച്ചോ ആയുസ് ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല, പക്ഷെ ആയുസ് തീർന്നാൽ പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ചെറിയൊരു കാരണം മതി, ഒരു പൊള്ളൽ മതി ഒരു മനുഷ്യന്റെ മരണത്തിന്. അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം ഞാൻ ഒരു പ്രഭാഷണത്തിന് പോയപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, ഒരു വേദിയിലാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത്, ചെറിയ ഒരു കുരുവാണ് ഉസ്താദെ, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു സദസ്സിലേക്ക് ആ നാടിന്റെ തൊട്ടപ്പുറത്ത് പോകുമ്പോൾ ആ ഒരു കുരു കാരണം ശരീരങ്ങൾ വ്രണങ്ങളായി, നോക്കുമ്പോൾ അത് മാരകമായ ക്യാൻസറായി 4 സ്റ്റേജുകൾ കഴിഞ്ഞ അയാൾ ഈ ലോകത്തു നിന്ന് ഇവിടെ പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് ഓരോരോ കാരണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഗ്യാരണ്ടി ഇല്ല. ആ ഗ്യാരണ്ടി ഇല്ലാത്ത ദുനിയാവിൽ നീ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ഇദാ അസ്ബഹത ഫലാ തന്തദിരിൽ മസാ, നാളെ രാവിലെ നിന്റെ വീട് വിട്ട് നിന്റെ ഷോപ്പിലേക്ക് പോകുമ്പോ, ജോലിക്ക് പോകുമ്പോ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന ഗ്യാരണ്ടിയോടെ പോണ്ട. വൈദാ അംസൈത ഫലാ തന്തദിരി സ്വബാഹ, വൈകുന്നേരം നീ ഇവിടുന്ന് പ്രഭാതം പൊട്ടി അല്ലാഹുവിന്റെ പടച്ചവന്റെ ലോകത്ത് പ്രദോഷം പൊട്ടി വീട്ടിലേക്ക് കയറിയാൽ, ഈ സദസ്സ് വിരിഞ്ഞ് നിന്റെ വീട്ടിലോട്ട് പോയാൽ നാളെ രാവിലെ ആകുമെന്ന പ്രതീക്ഷ വേണ്ട. അതുകൊണ്ട് ലോകത്തിന്റെ നേതാവ് പറയുകയാണ്, ഈ ദുനിയാവിൽ നീ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഒരു പ്രവാസിയെ പോലെ ജീവിക്കണേ. നീ മുട്ടത്തോടിയിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ യാത്ര ചെയ്തവരല്ലേ, പ്രവാസ ലോകത്തിന്റെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരല്ലേ. എന്തേ അവർക്ക് നാട്ടിനോട് കൊതിയില്ലാഞ്ഞിട്ട്
ഇല്ലാഞ്ഞിട്ടല്ല, മക്കളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, ഭാര്യയോടുള്ള സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നാട്ടിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ചെന്തേ ദിവസത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി രാത്രിയും പകലും മൂന്നും പുറക്ക് വിളിച്ച് അറബിയുടെ ആട്ടും ധൂപും കേട്ടുകൊണ്ടവർ പണിയെടുത്ത് പരിവേലത്ത് ജീവിക്കുമ്പോഴല്ല അവന്റെ മനസ്സ് എപ്പോഴും ഈ നാട്ടിലാണ്. ഇന്നലെയും ഒരു പ്രവാസിയായ പ്രിയപ്പെട്ട ഫാറൂഖ് എന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ വലിയ കൊതി തോന്നുന്നു ഉസ്താദ്, നാട്ടിലുള്ള സദസ്സ് കാണുമ്പോ, നാട്ടിലുള്ള വഅദിന്റെ വേദി കാണുമ്പോ എത്ര ലൈവില് കണ്ടാലും നാട്ടിലിരുന്നത് പോലെ കാണൂലല്ലോ ഉസ്താദ്. ദുആ ചെയ്യണമെന്ന് കണ്ണീരുകൾ അവിടുന്ന് നിർഗരിക്കുമ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് മനസ്സിന്റെ വിഷമങ്ങൾ പറയുമ്പോ, നാട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിലാവാൻ ദുആ ചെയ്യണമെന്ന് പറയുമ്പോ, എത്രയോ പ്രവാസികൾ അങ്ങനെയല്ലേ. ഈ നാട്ടിലുള്ളവരും ഏതൊരു നാട്ടിലുള്ളവരും അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നാട്ടിനോട് എപ്പോഴും ഒരു അനുഭൂതിയാണ്. നാട്ടിൽ എന്റെ ഭാര്യ എങ്ങനെ, എന്റെ മക്കൾ എങ്ങനെ, എന്റെ കുടുംബം എങ്ങനെ, എനിക്കൊന്ന് നാട്ടിലെത്തണമല്ല, അതിനുള്ള സാഹചര്യം ഒരുക്കി തരണേ റബ്ബേ എന്ന് അവരുടെ മനസ്സ് പൊട്ടിയവർ എപ്പോഴും മനസ്സിന്റെ കത്തളത്ത് കൊണ്ടു നടക്കുമ്പോ, അതുപോലെ ആവണം ചെറുപ്പക്കാരാ ദുനിയാവിൽ നീ ജീവിക്കേണ്ടത്. നീ ഒരു പ്രവാസിയാണ്, ഇവിടെ ഇതൊരു പ്രവാസ ലോകമാണ്, ഈ ദുനിയാവ് പ്രവാസ ലോകമാണ്. ആ പ്രവാസ ലോകത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ലോകമുണ്ടല്ലോ, അതാണ് യഥാർത്ഥ ദുനിയാവ്. അവിടേക്കാണ് നിന്റെ ബന്ധം എപ്പോഴും അവിടുന്ന്. നിന്റെ ഏറ്റവും വലിയ മനസ്സിന്റെ മാനസികമായ ചിന്തകൾ എപ്പോഴും ഒഴിയേണ്ടത് ഈ നാട്ടിലേക്ക് പ്രവാസി വരാൻ കൊതിച്ചതുപോലെ പടച്ചവന്റെ പരലോകത്തേക്കുള്ള പ്രയാണത്തിന് എപ്പോഴും നീ ആഗ്രഹിക്കണം ചെറുപ്പക്കാരാ. ഈ നാട്ടിൽ നിന്ന് എപ്പോഴാണ് നിനക്ക് എക്സിറ്റ് അടിച്ച് കബറിലേക്ക് വരാൻ പറ്റുകയെന്ന് പറയാൻ പറ്റാത്ത ദുനിയാവില് ആ പ്രവാസ ഈ ലോകത്തിന്റെ പ്രവാസത്തിൽ നിന്ന് തറവാടാകുന്ന മണ്ണറ കൂടിലേക്കുള്ള അമലുകളെ ഒരുക്കി എല്ലാ ലഗേജുകളും പാക്കാക്കി അസ്റായീൽ എപ്പോ വരികയാണെങ്കിൽ പോലും തയ്യാറാവാൻ റെഡിയാവണേ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു എന്നാണ് നമ്മുടെ ഖബറിന്റെ ആദ്യ രാത്രിയിലേക്ക് വരുന്നത്. കുറെ പറയില്ല, കുറച്ചേറെ പറയാം. ഇരിക്കുമല്ലോ നിങ്ങൾ വെച്ചുനാ എല്ലാവരും നിൽക്കി ഒരു 3 സ്വലാത്ത് എനിച്ചിട്ട് പോയിരണ്ടേ വേക്കുന്നത് ഗേറ്റ് ഒന്ന് അടച്ചിരി. ചില ആൾ അങ്ങനെ മെല്ലെ മുങ്ങുന്ന ആളുണ്ട്, മുങ്ങിങ്ങനെ ഞാൻ കാണൂല. പുറത്തേക്ക് നാളെല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ആര് ബേജാറായിട്ട് എല്ലാം ഇരിക്കും, കാരണം അടുത്തല്ല ആരുണ്ടാവും, ആര് മരിക്കും, ആരീക്കും അയാൾ കേൾക്കുന്ന ഖബറിൽ കിടന്നിട്ട് എന്ന് പറയാൻ പറ്റില്ല. ഖബറാളികൾ പോലും ഈ ശബ്ദത്തെ ശപിക്കുന്ന അള്ളാഹു നമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ വിശാലമാക്കട്ടെ. കുറേ പച്ചമണ്ണിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വെച്ചില്ലേ, എന്തെല്ലാം സംഭവിക്കുന്നു ഇപ്പൊ നോക്കി മനസ്സിലാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞ ഒരു മനുഷ്യനല്ല. ഞാനിവിടെ പറയട്ടെ, നിങ്ങളിവിടെ പറയട്ടെ, ആർക്ക് വേണം എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ശരീരന്മാർക്ക് വേണം. പടച്ചവനെ അല്ലാഹുവേ, നല്ല ഗ്ലാമറുള്ള മോഡലുള്ള ഏറ്റവും കൂടുതൽ സുന്ദരിയായ എന്റെ പ്രിയപ്പെട്ട മുട്ടത്തോടിയിലുള്ള പെങ്ങളെ, ഈ എന്റെ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഇന്നത്തെ രാത്രി എങ്ങാലും കുറെ വേണ്ട, ഇന്നത്തെ രാത്രി വയല് കഴിഞ്ഞു പോയി ഒരാള് മരിച്ചു പോയാൽ, ഇന്നലത്തെ രാത്രി ഉണ്ടല്ലോ നിന്നെ കെട്ടിപ്പിടിച്ച് സുഖലോലുപ സ്വർഗ സമാനമായ സുഖങ്ങൾ സമ്മാനിച്ച നിന്റെ ഭാര്യക്ക് ഈ ശരീരം വേണ്ട, അവളൊന്ന് കെട്ടിപ്പിടിക്കുകയും പോലുമില്ല. നിനക്ക് മുത്തം തന്നുപോയ മക്കൾക്ക് വേണ്ട, നിന്റെ നാട്ടുകാർക്ക് വേണ്ട, നിന്റെ കുടുംബത്തിനോ കൂടപ്പറപ്പുകൾക്കോ വേണ്ട, എല്ലാവരും കരയും. നാട്ടുകാർക്കൊക്കെ വിവരമറിഞ്ഞു. മരിച്ച സെക്കൻഡുകൾക്കകം നാട്ടിലാകെ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പ്രചരണം നടന്നു. അല്ലാഹ് പടച്ചവനെ, ഒരു നോക്ക് കാണാൻ വേണ്ടി നിന്റെ സ്വന്തം ബെഡ്റൂമിൽ പോലും ഭാര്യ കിടന്നുറങ്ങാൻ അനുവദിക്കുന്നില്ല.
മയ്യത്തായി കിടക്കുന്ന നീയുണ്ടല്ലോ, നിന്റെ ഭാര്യയും നീയും കിടന്ന റൂമിലുണ്ടല്ലോ, നിന്നെ കിടന്നിറങ്ങാൻ പോലും അനുവദിക്കുന്നില്ല. നിന്റെ ശരീരത്തെ 4 ആളുകൾ ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർ കൊണ്ടുവന്ന് നിന്റെ വസ്ത്രമെല്ലാം അടിച്ചു മാറ്റി നിന്റെ വീടിന്റെ മുൻവശത്തൊരു മേശപ്പുറത്ത് കിടത്തുകയാണ്. എന്റെ അവസ്ഥയായാലും അങ്ങനെ, നിങ്ങളുടെ അവസ്ഥയായാലും അങ്ങനെ. ഈ പ്രഭാഷണം നിലച്ചുപോയി, ഈ സംസാരം നിലച്ചുപോയി, നിങ്ങളുടെ ശബ്ദങ്ങൾ ഇടറിപ്പോയി, കണ്ഠങ്ങൾ ഇടറിപ്പോയി. ശരീരത്തിൽ റൂഹില്ലാത്ത നമ്മൾ പിന്നെ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? നമുക്ക് അല്ലല്ലോ, നമുക്കൊന്നുമില്ലല്ലോ, എല്ലാം പോയില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിലാകെ ഫ്ലാഷായി സുബഹിക്കും രാത്രിക്കും ആളുകൾ വന്നു നിന്നെ ചുറ്റിക്കറങ്ങി. നിന്റെ ശരീരം ഒരു നോക്ക് കണ്ടു റബ്ബേ, എല്ലാവരും ചുറ്റിക്കറങ്ങി. അപ്പോഴാണ് മക്കള് പറയുന്നത്, ഞങ്ങൾ മയ്യത്തെടുക്കാൻ ഇത്രയും സമയം തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാരും പറഞ്ഞു മയ്യത്തെപ്പെടുക്കുന്ന എല്ലാവർക്കും തിരക്കല്ലേ. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ വേണ്ടത്. കുറെ ഇങ്ങനെ മത്തി വെച്ച പോലെ വെക്കുന്നല്ല. കുറെ ആളുടെ വസിയത്ത് എനിക്ക് വലിയൊരു അത്ഭുതം തോന്നുന്നു. മരിച്ചാൽ പെട്ടെന്നായിരിക്കണം അയാളെ ഖബറിലേക്ക് കൊണ്ടുവരാൻ. കുറെ ഇങ്ങനെ വെച്ചിട്ടല്ലേ, ഗൾഫിൽ നിന്ന് വരാനുണ്ട്, കണ്ടിട്ട് എന്താക്കാനുണ്ട്. ജീവിതത്തിൽ ഉപ്പാക്ക് ഒരു നല്ല വാക്ക് ഫോൺ വിളിച്ചിട്ട് പറയാത്ത ആളായിരിക്കും. എന്നിട്ട് മരിച്ചപ്പോ വല്ലാത്ത സ്നേഹം ഉപ്പാനോട്. അവസാനത്തെ ഒരു നോക്കണക്ക് കാണണോ അല്ലേ? നല്ല മക്കൾ ഉണ്ടാവും, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അങ്ങനെ വെക്കാതിരിക്കലാണെന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ വസിയത്തും അതായിരുന്നു, പെട്ടെന്ന് വളരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിന്റെ പ്രിയപ്പെട്ട മക്കള് പറയുകയാണ് ഉപ്പ എന്നല്ല മയ്യിത്ത്, മയ്യിത്ത് എന്നാണ്. ഇന്നലെ വരെ വാപ്പാ, ഇന്നലെ വരെ ഉമ്മ എന്ന് വിളിച്ചിരുന്ന മക്കള് മയ്യിത്ത് എന്ന് വിളിക്കുകയാണ്. 5-6 മണിക്കൂറുകൾ കഴിയുമ്പോ പടച്ചവനെ പള്ളിയിൽ നിന്നൊരു ഷെഡ് വരികയാണ്. അല്ലാഹുവേ പടച്ചവനെ, ചേതനയൊട്ട് ശരീരവുമായി കിടക്കുന്ന നീ എവിടെ നിന്ന് ആഗ്രഹിച്ചു പോകും? കുടുംബത്തിനറിയില്ല, ഭാര്യക്കറിയില്ല. പടച്ചവരെ, 2 കോടിയുള്ള വീടാണിത്, 30 ലക്ഷം രൂപയുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള റൂമുകളാണ് എന്റെ വീടിന്റെ അകത്തളത്തുള്ളത്. അല്ലാഹുവേ പടച്ചവനെ, നല്ല ഒരു കുളിഷെഡാണ്, ഒരു ബാത്റൂമാണ് ഞാൻ ഉണ്ടാക്കിയത്. അവിടെയെങ്കിലും എന്റെ മക്കൾക്കൊന്ന് എന്നെ കുളിപ്പിക്കാനുള്ള അവസരം കൊടുക്കുക അല്ലാ. അവർ കേൾക്കുന്നില്ലല്ലോ, അവർക്ക് നിന്റെ ആഗ്രഹം അറിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്ന് വീടിന്റെ മുൻവശത്ത് അല്ലെങ്കിൽ വീടിന്റെ ഏതെങ്കിലും ഓരോരുത്തൊരു ഒരു ഷെഡ് കെട്ടി നിന്നെ അവിടെ കിടത്തുകയാ. സ്വന്തം കുളിച്ചിരുന്ന നിനക്ക് കുളിക്കാൻ കഴിയുന്നില്ല. ഇന്നത്തെ രാത്രി കുളിച്ചു വന്ന നിനക്ക് സ്വന്തം കുളിക്കാൻ കഴിയുന്നില്ല. ഡ്രസ്സ് ധരിച്ച നിനക്ക് ഡ്രസ്സ് ധരിക്കാൻ കഴിയുന്നില്ല. അത്തർ പൂശി നിനക്ക് അത്തർ പൂശാൻ കഴിയുന്നില്ല. 3 കോടി വിലയുടെ വീട് വെച്ചവരെ, ഒരുപാട് ആധിക്യങ്ങളും സമ്പത്തുകളും ഉണ്ടാക്കിയവരെ, എല്ലാം കഴിഞ്ഞു കുളിപ്പിച്ചു നിന്നെ ശരിക്കും തോർത്തി. എന്നിട്ടോ കൊണ്ടുവന്ന് വീടിന്റെ മുൻവശത്ത് കിടത്തി. അല്ലാഹുവേ, നിന്നെ ചുരുട്ടുകയാ, ഒരു ചോക്ലേറ്റ് പോലെ ചുരുട്ടുകയാ. ഒരു പ്രതീക്ഷയുമില്ല. 10,000-ന്റെ പാന്റ് ധരിച്ചിരുന്നവനാ നീ, 10,000 രൂപയുടെ കോട്ടും സൂട്ടും ധരിച്ചിരുന്നവനാ നീ. പൊന്നുമോനെ, പിന്നെ ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലല്ലോ, എല്ലാം കലാശിച്ചു പോയല്ലോ. ആ 3 പുടവസ്ത്രത്തിൽ നിന്നെ പൊതിയുകയാണ്. പള്ളി കമ്മിറ്റിക്കാര് കൊണ്ടുവന്ന 500 രൂപയുടെ ഒരു ഏറ്റവും വലിയ കഫൻ കിട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ നിന്നെ പൊതിയുകയാ. നിന്റെ കൊട്ടാരം നിനക്ക് താങ്ങല്ല, നിന്റെ സമ്പത്ത് നിനക്ക് താങ്ങല്ല, നിന്റെ അലമാരകളിൽ കെട്ടിവെച്ച കോടിക്കണക്കായ സമ്പത്തുകൾ നിനക്ക് താങ്ങല്ല, തണലല്ല. എല്ലാം ഒരു നോക്ക് കണ്ടുകൊണ്ട് അവസാനം പടച്ചോരേ. ആ സമയത്ത് അല്ലാഹുവിന്റെ മഹാന്മാർ പറയുകയാണ്, റൂഹ് നിന്റെ അടുത്ത് വരും. മയ്യിത്തെടുക്കുമ്പോ റൂഹ് വരും. എല്ലാരും വന്നു ദുആ ചെയ്തതിന് ശേഷം അല്ലാഹുവേ, പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന സുന്ദൂഖിൽ നിന്റെ മയ്യിത്ത് വെച്ചു. ഭാര്യ കരയുന്നു, മക്കള് കരയുന്നു, കുടുംബം കരയുന്നു. എന്നിട്ടോ നിന്നെ ഈ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവരികയാണ്. കെട്ടുകൾ 3 കെട്ടി, കട്ടിലിൽ നിന്നെയും കേറ്റി, കൂട്ടി ചുമലതിലേറ്റി,
കൂട്ടത്തിൽ നിലാവിളി പൊട്ടി ഒരു ദിനമുണ്ടൊരു യാത്ര മടക്കമില്ലാത്ത യാത്ര അസ്റായിൽ പിടിയുന്നൊരു യാത്ര നടത്തമില്ലാത്ത യാത്ര ഈ മുട്ടത്തോട് പള്ളിയിലേക്ക് ജുമാഅക്ക് നടന്നു വന്നിരുന്നവനാ ജമാഅത്തിന് വന്നിരുന്നവനാ ആവശ്യങ്ങൾക്ക് വേണ്ടി ബജാറുകളിലേക്ക് പോയ നിനക്ക് സ്വന്തമായി നടക്കാൻ സ്വാധീനമില്ല അല്ലാഹ് പടച്ചവനെ ഒരു ചോക്ലേറ്റാണ് നീ ഒരു ചോക്ലേറ്റാണ് ചോക്ലേറ്റ് പോലെ നിന്നെ പുതിയുകയാണ് ഭൗതിക ലോകത്ത് നിന്റെ അഹംഭാവം എന്തായിരുന്നു നിന്റെ ആർഭാടം എന്തായിരുന്നു അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സെക്കൻഡ് മതി എല്ലാം തകർന്നു പോകാൻ നിന്റെ ആധിക്യങ്ങളെ നഷ്ടപ്പെട്ടു പോകാൻ നിന്റെ അഹംഭാവം തീർന്നു പോകാൻ നിന്റെ തിരക്കുകളെ മാറിപ്പോകാൻ അല്ലാഹ്ക്ക് ഒരു സെക്കൻഡ് മതി എന്റെ പ്രിയപ്പെട്ടവരെ ഭൗതിക ലോകത്തിന്റെ മേച്ചൽ പുറത്ത് പടച്ചവനെ പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരാ പാതിരാത്രി വരെ അങ്ങാടി തിന്നകളിൽ നിന്ന് മോശത്തരം പറയുന്ന പ്രിയപ്പെട്ടവരെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്ന പെങ്ങളെ ഇത് ഇന്നാവാം നാളെയാവാം എപ്പോഴാവും എന്ന് പറയാൻ പറ്റൂല ആർക്കും വേണ്ട നിന്റെ പ്രിയപ്പെട്ട എല്ലാ പെണ്ണുങ്ങളും നിന്നെ കൈവിടുകയാണ് പെങ്ങളെ കൊണ്ടുവരികയാണ് ജീവിതത്തിൽ ആദ്യമായ മുട്ടത്തോടി പള്ളിയുടെ മിഹ്റാബ് നീ കാണാൻ പോവുകയാ ഇന്നേ വരെ നീ കാണാത്ത മുട്ടത്തോടിയുടെ കറാമത്തിന്റെ കനക കൊട്ടാരങ്ങൾ പണിഞ്ഞ പള്ളിയുടെ മിഹ്റാബ് കാണാൻ പോവുകയാണ് അല്ലാഹ് പടച്ചവരെ നിന്റെ മയ്യിത്ത് കൊണ്ടുവരികയാണ് എല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കണ്ടപിടര് പറയുമ്പോ നിന്റെ ഭർത്താവും മക്കളും പൊട്ടിക്കരയുമ്പോ അല്ലാഹ് പടച്ചവനെ ഭർത്താവാണെങ്കിൽ ഭാര്യ നിലവിളിച്ച് ആർത്തട്ടാസിച്ച് വീടിന്റെ അകത്തളത്ത് ഭർത്താവ് ചെയ്തു കൊടുത്ത സേവനങ്ങളെയും നന്മകളെയും ഓർത്തുകൊണ്ട് നിലവിളിക്കുമ്പോ നിന്നെ ആരും അവിടെ വെക്കാൻ അനുവദിക്കുന്നില്ല കൊണ്ടുവരികയാണ് ഓരോരോ സ്റ്റെപ്പുകളും മന്ദമായി വെച്ച് നീ പരിശുദ്ധ പള്ളിപ്പറമ്പിലേക്ക് വരുമ്പോ നിനക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ പള്ളിയിൽ അവസാനമായി ഭൗതിക ലോകത്തിന്റെ ഒരു സമ്മാനം തരികയാണ് അത് നിന്റെ സമ്പത്തിനെക്കാളും വലുതാണ് അത് നിന്റെ ആധിക്യങ്ങളെക്കാളും വലുതാണ് അത് നിന്റെ ആഡംബരങ്ങളെക്കാളും വലുതാണ് അത് നീ ജീവിതത്തിൽ ചെയ്തു പോയ സർവ്വ നന്മകളെക്കാളും വലുതാണ് എന്തെന്നറിയോ അതൊരു മയ്യിത്ത് നിസ്കാരമാ അത് മയ്യിത്ത് നിസ്കാരമാ ആ മയ്യിത്ത് നിസ്കാരം നമ്മളെ മക്കളെ കൊണ്ടെങ്കിലും നിസ്കരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാക്കണം ഞാനൊന്ന് സൂചിപ്പിച്ചു തോന്നുന്നുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൗതിക കലാലയത്തിലേക്ക് നിങ്ങൾ പറഞ്ഞേക്കുമ്പോ ഒരു മയ്യിത്ത് നിസ്കരിക്കുന്ന മോനെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ത് പാപം ചെയ്താലും അല്ലാഹ് എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കു റബ്ബേ എൻ്റെ വാപ്പാക്ക് പുറത്ത് അല്ലാഹ് നിങ്ങളുടെ എല്ലാ പാപങ്ങളെയും പൊറുക്കാതെ ഖബറിൽ ഇറങ്ങാൻ അല്ലാഹ് അനുവദിക്കില്ല അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ മയ്യിത്ത് നിസ്കരിച്ചു എല്ലാവർക്കും തിരക്കാണ് തിരക്ക് കൂട്ടേണ്ട സമയവുമാണ് കാരണം നിന്റെ തറവാട് നിന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ് നിന്റെ തറവാട് നിന്നെ കാത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണെന്നറിയോ ആ തറവാട് ആരടി മണ്ണാകുന്ന ഖബറാ എന്റെ പെങ്ങളെ ഖബറ വന്ന് കാണണം പെങ്ങളെ കൽബ് പൊട്ടിപ്പോകും അവിടെ തിരിയാൻ പറ്റൂല അവിടെ ചരിയാൻ പറ്റൂല അവിടെ മറിയാൻ പറ്റൂല അവിടെ അവിടിനാരുമില്ലല്ലോ ആ ഖബറിലേക്ക് കൊണ്ടുപോയി നിന്നെ വെച്ച് നിന്റെ പരിശുദ്ധമായ കഫംപുടയുടെ 3 കെട്ടും അഴിക്കുകയാണ് 3 കെട്ടും അഴിക്കുകയാണ് എന്നിട്ടോ നിന്റെ പരിശുദ്ധമായ കബൾത്തടം മണ്ണറയിലേക്ക് ചേർത്ത് വെക്കുകയാണ് മണ്ണറയിലേക്ക് ചേർത്ത് വെച്ച് പിന്നെ 3 കല്ല് വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ടു മണ്ണിനാൽ പടച്ചുള്ള നിന്നെ മണ്ണിലേക്കല്ലോ മടക്കുന്നു പിന്നെ ആ മണ്ണും വീണ്ടും മുഴുവനും കുഴിയിലേക്ക് അവസാനം നാളെ വിളിക്കുന്നു നിന്നെ മണ്ണിനാൽ പടച്ചുള്ള നിന്നെ മണ്ണിലേക്കല്ലോ മടക്കുന്നു പിന്നെ ആ മണ്ണും വീണ്ടും മുഴുവനും
പൊൻമൊഴിയിലേകി അവസാനം നാളെ വിളിക്കുന്നു നിന്നെ. അല്ലാഹ് 3 പിടി മണ്ണ് വാരിയിരിക്കുകയാണ്. എല്ലാവരും 3 പിടി മണ്ണ് വാരിയിടുകയാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും മിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. അങ്ങനെ മണ്ണിട്ടു. വല്ലാത്ത ഒരു വിഷയമാണ് ഖബർ എന്നുള്ളത്. വല്ലാത്ത ഒരു അത്ഭുതമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, ആ മഹാനുഭാവന് വലിയ ഒരു സങ്കടമാണ്. അയാള് നരകത്തിനെ കുറിച്ച് പറഞ്ഞാൽ കരയൂല്ല, അയാള് മഹ്ശറയെ കുറിച്ച് പറഞ്ഞാൽ കരയൂല്ല. ഉമർ പ്രിയപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ സിറാത്ത് പാലത്തിനെ കുറിച്ച് പറഞ്ഞാലും കരയൂല്ല. പക്ഷെ ഖബർ പറഞ്ഞാൽ ഒറ്റ കരച്ചിലാണ്. ഭയങ്കര ചോദിച്ചെന്തേ? അയാൾ പറഞ്ഞ മറുപടി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറുപടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആരെ? റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ലികുല്ലി നബിയിൻ റഫീഖ് വറഫീഖി ഫിൽ ജന്നതി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. എനിക്ക് എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗ്ഗത്തിൽ ഫ്രണ്ട്മാരുണ്ട്, കൂട്ടുകാരുണ്ട്, ചങ്ങായിമാരുണ്ട്. എന്റെ ചങ്ങായി ആരാരെന്നറിയോ? ഉസ്മാനാ. ഉസ്മാൻ റസൂലുള്ളാഹിന്റെ അടുത്തിരിക്കുന്ന ആള് കരയുന്ന ഖബർ കാണുമ്പോൾ അയാളോട് ചോദിച്ചു എന്തേ? അയാള് പറഞ്ഞു ഖബർ അങ്ങനെയാണ്. ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ, വേടയ്ക്ക് പകരം മളമാ സുബ്ഹാനാ റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന, മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പൈണ്ടിട്ടതാ, ചിതലും പശുകളും താവളം വരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മുതുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ, വേണ്ട പോലതിലുണ്ട്, സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്. ഉസ്മാന് തങ്ങളോട് ചോദിച്ചു, ഉസ്മാനെ എന്തിനാ നിങ്ങൾക്ക് ബാക്കി ഒരു കാര്യത്തിനെയും പറയുമ്പോ കരച്ചിലില്ല? അപ്പൊ ഉസ്മാൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒറ്റക്ക് കിടക്കണ്ട ഖബറിലേ. നരകത്തിലേക്ക് പോയാലും ആളുണ്ടാവും, മശ്ശറയിൽ പോയാലും മോശമില്ല, ആടെ പാർട്ട്ണറിന് ആളുണ്ടാവും. ഖബറിൽ ഒറ്റക്ക് കിടക്കണ്ട, ഒറ്റക്ക് കിടക്കണ്ടേ ഖബറിൽ? ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഉസ്താദേ, നമ്മ കുറെ ഇബാദത്ത് ചെയ്തില്ലേ, കുറെ നന്മകൾ ചെയ്തില്ലേ, കുറെ ഖുർആൻ ഓതില്ലേ, കുറെ സദഖ ചെയ്തില്ലേ, കുറെ ആരാധനകൾ ചെയ്തില്ലേ, ഉസ്താദേ നമ്മൾ രക്ഷപ്പെടുവോ? അങ്ങനെ അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടുമെന്നാരും കരുതണ്ട. ആരായിരുന്നു മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ? ഫാത്തിമ ബീബി ലോക ചരിത്രം പറയുകയാണ്, വല്ലാത്ത ഒരു പെണ്ണാണ് ആ ഫാത്തിമ. മുത്തുനബിയുടെ ഓമന പുത്രി ഫാത്തിമത്തുൽ സുഹ്റാ, മുത്തു അലിയിൻ ഉത്തമ മണവി ഫാത്തിമത്തുൽ സുഹ്റാ ബീവി, ഫാത്തിമത്തുൽ സുഹ്റാ ജന്നത്തിനതിനായി വിളസും ഫാത്തിമത്തുൽ സുഹ്റാ, മുത്തുനബിയിൻ കരളിൻ കഷ്ണം ഫാത്തിമത്തുൽ സുഹ്റാ ബീവി, ഫാത്തിമത്തുൽ സുഹ്റാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ, അല്ലാഹുവേ പടച്ചവരെ, അലിയാർ തങ്ങളുടെയും
ഫാത്തിമ ബീവിയുടെയും ബന്ധം വല്ലാത്ത ബന്ധമായിരുന്നുവല്ലോ. അത് സ്നേഹബന്ധം മാത്രമല്ല, ജീവിതത്തിൽ ഓരോ ഭാര്യ ഭർത്താക്കൾക്കും ലോകാവസാനം വരെ പകർത്തേണ്ട ബന്ധങ്ങളാണ്, അനുഭൂതികളാണ്. പടച്ചവനെ അല്ലാ, അങ്ങനെയുള്ള ഫാത്തിമ റസൂലുള്ള ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് 6 മാസമാകുമ്പോ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ദാമ്പത്തിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ പറവകളായി പാരിക്കളിച്ചിരുന്ന അലിയാറും ഫാത്തിമയും. അല്ലാഹുവേ പടച്ചവനെ, ബഹുപത്വമുള്ള മദീനയുടെ കാലഘട്ടത്ത് ഫാത്തിമയുള്ള കാലത്തോളം അലിയാർ ഒരു പുനർവിവാഹത്തിന് തയ്യാറായിരുന്നില്ല. ഫാത്തിമ ജീവിതത്തിൽ അലിയാർ തങ്ങൾ ഏറ്റെടുത്ത ഫാത്തിമാന്റെ ഹയാത്ത് കാലത്തുള്ള ഒറ്റപ്പെണ്ണാണ്. അങ്ങനെയുള്ള ഫാത്തിമ മരിച്ചപ്പോ അലിയാർ തങ്ങൾ പൊട്ടി പൊട്ടി കരയുകയാണ്. അല്ലാഹ് ഫാത്തിമയെ കുളിപ്പിച്ചു കഫൻ ചെയ്തു. മദീന പള്ളിക്കാട്ടിലേക്ക് ഫാത്തിമയെ കൊണ്ടുവരികയാ. ഫാത്തിമയെ കൊണ്ടുവന്നുകൊണ്ട് അലിയാർ തങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അല്ലാഹ് അലിയാർ തങ്ങളെ വേദനയിലാണ്, വിഷമത്തിലാണ്. നമസ്കാരം കഴിഞ്ഞ് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി ഖബറൊന്ന് അലിയാർ തങ്ങൾ നോക്കുകയാണ്. തന്റെ സഹധർമ്മിണിക്കവിടെന്ന് ഒരുക്കപ്പെട്ട ഖബർ കണ്ടപ്പോ മനസ്സുകൊണ്ട് എന്തെല്ലാം ഓർത്തുപോയി. ഇന്നലത്തെ സുന്ദരമായ രാത്രികള്, കടിഞ്ഞു പോയ ഒരുപാട് മുഹൂർത്തങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് അലിയാർ തങ്ങൾ കരഞ്ഞുകൊണ്ട് അബൂദറിനോട് പറയാണ്, അബൂദറേ, എന്റെ കരളിന്റെ കഷ്ണമായി ഫാത്തിമയെ ഖബറിലേക്ക് ഇറക്കി കൊടുക്കാൻ ഇടുങ്ങിയ വീടിന്റെ അകത്തളത്ത് ഇറക്കി വിടാൻ എനിക്ക് കഴിയില്ല അബൂദറേ. അതുകൊണ്ട് അബൂദറേ, ഈ ഖബറിനോട് നീ ഒരു പ്രസംഗം നടത്തണം അബൂദറേ. ഈ ഖബറിനോട് ഒരു സംസാരിക്കണം അബൂദറേ. അബൂദർ പറഞ്ഞു, ഞാൻ സംസാരിച്ചു കൊള്ളാം. ഖബറിനോട് ഞാൻ ഫാത്തിമയുടെ കാര്യം പറയാം, നിങ്ങളുടെ സങ്കടം പറയാം, ഖബറിൽ നിന്ന് ഫാത്തിമയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറയാം, ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് കൂരിട്ടിൽ നിന്നും സംരക്ഷിതനാവാൻ ഖബറിനോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഖബറിന്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന അബൂദർ തങ്ങളൊരു പ്രസംഗം ഖബറിനോട് നടത്തുകയാണ്. ഖബറേ, ഇതാരാണെന്നറിയോ? ഖബറേ, ഇതാരാണെന്നറിയോ? ഖബറേ, ഇതൊരു സാധാരണ പെണ്ണല്ല ഖബറേ, സ്വർഗത്തിന്റെ നേതാത്തിയാ, മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളാ, ഹുസൈനിന്റെ ഉമ്മയാണ്. ഈ കാണുന്ന അലിയാരുടെ പൊട്ടിയ മനസ്സിന്റെ ഉടമയായ പ്രിയപ്പെട്ട അലിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് ഖബറേ, നിന്നിലേക്ക് ഈ ഫാത്തിമയെ ഇറക്കി വിടുമ്പോ ഒരു വേദന കൊടുക്കല്ല ഖബറേ, ഒരു സങ്കടം കൊടുക്കല്ല ഖബറേ, ഒരു പ്രയാസം കൊടുക്കല്ല ഖബറേ, ഒരു ബുദ്ധിമുട്ട് കൊടുക്കല്ല ഖബറേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോഴാ ഖബർ പറയുന്നത്, എന്തേ നീ പറഞ്ഞത്? പ്രിയപ്പെട്ട ഫാത്തിമയെ കുറിച്ച് എന്താ പറഞ്ഞത്? റസൂലുള്ളാന്റെ പൊന്നുമോളെന്നാണോ? റസൂലുള്ളാന്റെ പൊന്നുമോളെന്നാണോ? സ്വർഗത്തിന്റെ നേതാത്തി എന്നാണോ? അലിയാർ തങ്ങളുടെ ഭാര്യ എന്നാണോ? ആരുമാവട്ടെ, ഫാത്തിമ ആരുമാവട്ടെ, ഇവിടെ തറവാട് പറഞ്ഞ ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഇവിടെ കുടുംബ മഹിമ പറഞ്ഞ ആർക്കും രക്ഷപ്പെടാൻ പറ്റൂല. ഇവിടെ ഒരു കാര്യം ആധിക്യങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റൂല. ഞാൻ സ്വാലിഹായ സൽക്കർമ്മങ്ങളുടെ ഭാണ്ഡങ്ങൾ ചുമന്നുകൊണ്ട് എന്റെ പരിശുദ്ധ ഉദരത്തിലേക്ക് വന്നവർക്ക് കാവലാകാനുള്ള ഇടം മാത്രമാ. ഫാത്തിമ ആരാവട്ടെ, ഫാത്തിമ ആരാവട്ടെ, ഫാത്തിമ സ്വാലിഹായ അമലുകൾ ചെയ്തിട്ടില്ലെങ്കിൽ അവൾക്ക് പണി കൊടുക്കും. ഫലാ യൻജൂ മിന്നീ ഇല്ലാ മൻ കഥുറ ഖൈറുഹു വഹസുന അമലുഹു. ഇവിടെ രക്ഷപ്പെടുന്നത് നല്ലത് ചെയ്ത ആള് മാത്രാണ്, മോശത്തരം ചെയ്ത ഒരാൾ. അങ്ങനെ നിന്നെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് 3 പിടി മണ്ണ്, പടച്ചവനെ അല്ലാഹുവേ, മൂടുകല്ല് വെച്ച് 3 പിടി മണ്ണ് വാരിയെറിഞ്ഞ് എല്ലാവരും ഇതാക്കി അവസാനം ഖബർ സമതലപ്പാക്കി. അതുകൊണ്ട് ഖബർ വയ്ക്കുന്ന ആൾക്ക് ഭയങ്കര കൂലുണ്ട് കേട്ടാ. മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് നമ്മുടെ നാട്ടിൽ കുറെ ആളുടെ, അല്ലാഹുവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. 6 അടി മണ്ണിന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പോവുകയാണ്. ആ 6 അടി മണ്ണിന്റെ അകത്തളത്ത് നമ്മൾ കിടക്കുകയാണല്ലോ. ആരെ പിന്നെ നിനക്ക് കാണാനുണ്ട്? ആരുമില്ലല്ലോ, പുറം ലോകമായി ഒരു ബന്ധമില്ലല്ലോ.
കാരുണ്യവാനായ റബ്ബേ, എത്രയോ പേര് ഈ പള്ളിപ്പറമ്പിൽ അങ്ങനെ കിടക്കുന്നുണ്ട് റബ്ബേ. അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുക അല്ലാഹ്. ഈ സദസ്സിന്റെ ദുആ അവർക്ക് കൊടുക്കുക റബ്ബേ. ഈ പരിശുദ്ധ സദസ്സ് പ്രകാശിപ്പിച്ചതിനേക്കാളും അവരുടെ ഖബർ നീ പ്രകാശിപ്പിക്കുക അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഖബർ വെച്ച് ആ ഖബറിന്റെ അകത്തളത്ത് നിന്ന് വെച്ച് മൂടുകല്ല് വെച്ച് മണ്ണ് സമനിരപ്പാക്കി മീസാന് കല്ല് കുത്തി, അങ്ങനെ മീസാന് കല്ല് കുത്തി എല്ലാം സമനിരപ്പാക്കിയതിന്റെ ശേഷം എന്റെ പ്രിയപ്പെട്ടവരെ തൽക്കീനോതുമല്ലോ. ഞാൻ പറഞ്ഞതുപോലെ തൽക്കീന് കഴിഞ്ഞ് തസ്ബീഹ് ചൊല്ലുമല്ലോ. ആ തസ്ബീഹ് ചൊല്ലി 7 ചവിട്ടടി ഇങ്ങോട്ട് വെക്കുമ്പോഴല്ലാഹ് ആ ഖബറിന്റെ അകത്തളത്തുണ്ടല്ലോ, ഹബീബായ പ്രവാചകനെ പറയുകയാണ്, നിന്റെ ഖബറിന്റെ അകത്തളത്ത് സംഭവിക്കുന്ന ആദ്യത്തെ രാത്രിയിലുള്ള പ്രവർത്തനം എന്തെന്നറിയോ? ഇന്നലിൽ ഖബരിൽ ലഗ്താ, ഇന്നലിൽ ഖബരിൽ ലഗ്താ. ഖബർ നിന്നെ ഇടുക്കുകയാണ്. ആ ഖബറിന്റെ 2 സൈഡും ഉണ്ടല്ലോ, നിന്നെ ഇടുക്കുകയാണ്. നിന്റെ എല്ലുകൾ ആ ഇടുക്കുന്ന സമയത്ത് പൊടി പൊടിഞ്ഞു പോവുകയാണ്. ഖബറിന്റെ അടുത്ത് നിങ്ങളൊരു മൃഗത്തിനെ കൊണ്ടുപോയി കെട്ട് പൊട്ടിപ്പൊട്ടിക്കരയും. നമുക്ക് ആ കേൾക്കാനുള്ള കഴിവല്ല തന്നിട്ടില്ല. ബോധം കെട്ട് മരിച്ചു പോവല്ലോ. ഉമ്മ കരയുന്നത്, മക്കള് കരയുന്നത്, അല്ലാഹ് എന്ത് സംഭവിക്കും? കരിമ്പ് ജ്യൂസ് എല്ലാവരും കുടിച്ചിട്ടില്ലേ? എന്തായാലും വേറെ പേരുണ്ട് ഇവിടെ. കരിമ്പ് ജ്യൂസ് എന്നല്ലേ പറയുന്നത് അല്ലേ? അങ്ങനത്തെ പേടില്ല. ഈ ആ ഭാഗത്ത് പോയിട്ട് വേള് പറഞ്ഞില്ല. അപ്പൊ കരിമ്പിന്റെ ജ്യൂസ് നിങ്ങൾ കണ്ടില്ല, മിഷനെ വെച്ചിട്ട് കൊടുത്തപ്പോ അത് പൊടിഞ്ഞപ്പോ അതിന്റെ ഒരു ഇത് കണ്ടിട്ടില്ലേ, ആ വേസ്റ്റേജ് അതുപോലെയാവും. അപ്പൊ നമ്മളെ എടുക്കും ഉസ്താദെ, നമ്മളെ ഉപ്പ ഉമ്മാനെ എല്ലാരും എടുക്കും. നിന്റെ ഉപ്പാനെ ഇടുക്കി, ഉമ്മാനെ ഇടുക്കി, ഇനി നീ പോയാലും ഞാനാരാ, നിങ്ങളാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ പൊന്നുമോൾ മഹദിയായ സൈനബ റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ പൊന്നോമന പുത്രി സൈനബ റളിയല്ലാഹു തആല അൻഹ വിട പറഞ്ഞു പോയപ്പോ സൈനബ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ട് മദീന പള്ളിക്കാട്ടിൽ അല്ലാഹുവിന്റെ റസൂൽ മറവ് ചെയ്യുകയാണ്. അങ്ങനെ മറവ് ചെയ്തു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് പടച്ചവരെ ഖബറിന്റെ ചാരത്തിലൊന്ന് പൊട്ടി കരയുകയാ. അല്ലാഹുവിന്റെ റസൂൽ കരയുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് മുത്തുനബിയോട് ചോദിച്ചു, നബിയേ, എന്തിനാണ് നബിയെ തങ്ങളെ കരയുന്നത്? എന്തിനാണ് നബിയെ തങ്ങളെ കരയുന്നത്? കരയാന് പാടില്ലല്ലോ നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളല്ലേ പറഞ്ഞത് ഇന്നൽ മയ്യിത ലയുഅദ്ദബു ബിബുകായി അഹ്ലിഹി. ഒരാൾ, ഒരു കുടുംബക്കാരൻ മരണപ്പെട്ട ആളുടെ പേരിൽ കരഞ്ഞാൽ, പൊട്ടിക്കരഞ്ഞാൽ ആ മയ്യിത്തിനെ ഖബറിന്റെ ഉള്ളിൽ വെച്ച് ശിക്ഷിക്കപ്പെടുമെന്ന് ലോകത്തിന്റെ നേതാ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി. കരയാൻ പാടില്ല. പൊട്ടിക്കരഞ്ഞാൽ നിന്റെ മരിച്ച ഉപ്പാക്കും ഉമ്മാക്കും ഖബറിൽ ശിക്ഷ ഉണ്ടാവും. സഹിക്കണം, വേദന സഹിക്കണം. ആ വേദനക്ക് തന്നെ കൂലിയുണ്ട്. പൊട്ടിക്കരയാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, സ്വഹാബ, ഞാൻ വെറുതെയല്ല കരഞ്ഞത്. എന്റെ പൊന്നുമോള് മരിച്ചുപോയ മനോവേദനയില്ല ഞാൻ കരഞ്ഞു പോയത്. എന്റെ പൊന്നുമോളെ എന്റെ ഈ പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് ഖബറിൽ വെച്ച് ആ പൊന്നുമോളുടെ ഖബർ സമം നിരപ്പാക്കി പടച്ചവനെ അല്ലാഹുവേ, ആ പൊന്നുമോളുടെ ഖബറിന്റെ ചാരത്ത് നിൽക്കുമ്പോ ഒരു അട്ടഹാസം എനിക്ക് കേൾക്കുകയാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഖബർ ഇടുക്കി സ്വഹാബ, എന്റെ പൊന്നുമോളെ ആ പരിശുദ്ധ ഖബർ ഇടുക്കി സ്വഹാബ. എന്റെ പൊന്നുമോള് നിലവിളിച്ചട്ടഹസിച്ചുകൊണ്ട് വാപ്പാ എന്ന് വിളിക്കുമ്പോഴും എനിക്ക് കരച്ചില് വന്നില്ല. എന്റെ തങ്കക്കുടത്തിന്റെ ശബ്ദം ആകാശവും ഭൂമിയും പ്രപഞ്ചവും കേട്ടപ്പോ അവകളെല്ലാം പൊട്ടിക്കരയുന്നത് കേട്ടപ്പോ കരച്ചിൽ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല സ്വഹാബ.
അതുകൊണ്ടാണ് സ്വഹാബ ഞാൻ പൊട്ടിക്കരഞ്ഞതെന്ന് പറയുമ്പോ അല്ലാഹുവേ പടച്ചവനെ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്ന നബിയെ നിങ്ങളെ മോളെ ഖബറടക്കിയെന്നാ നിങ്ങൾ പറയുന്നത്. എത്ര നല്ല പെണ്ണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നബിയെ, പിന്നെ എന്തുകൊണ്ട് ഖബറടക്കി? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് എന്റെ പൊന്നുമോൾക്ക് എന്താ മഹത്വം, ആരെയായാലും ഖബറെടുക്കും. എന്നെ വെച്ചാലും നിങ്ങളെ വെച്ചാലും ഈ മുട്ടത്തോടിയുടെ പള്ളിപ്പറമ്പിൽ വെച്ച് എല്ലാവരും വരും. അല്ലാഹുവേ പടച്ചവനിയുടെ ഈത്തപ്പഴം കൊടുക്കും, ജമാഅത്തിന് പങ്കെടുക്കും, പത്തല് കൊടുക്കും. ഒരു പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഖബറിന്റെ ഉള്ളിൽ സംഭവിക്കുന്ന വലിയ അവസ്ഥയാണ്. റസൂലുള്ള പറഞ്ഞു വലൗ നജാ മിന്നു ലനജാ സഅദ് ഇബ്നു മുആസ്. അങ്ങനെ ഖബറിൽ നിന്ന് ആ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാണെങ്കിൽ ഒരാളെ ഞാൻ കാണിച്ചു തരാം. സഅദ് ഇബ്നു മുആസ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടേണ്ടതായിരുന്നു. ആരാ സഅദ് ഇബ്നു മുആസ്? അയാൾ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിപ്പോയി. മദീനയുടെ അൻസാരികളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹിക്ക് മദീനയിലേക്ക് പോയപ്പോ ത്വാല പറഞ്ഞ് സ്വീകരിച്ച് റസൂലുള്ളാഹിനെ ആനയിച്ച ആളാണ് സഅദ് ഇബ്നു മുആസ്. അല്ലാഹുവിന്റെ അർശ് വിറച്ചുപോയി. അബ്വാബുസ്സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ ഒന്നടങ്കം തുറക്കപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ഒരവസ്ഥ അന്ന്. ആ കവാടം പൊട്ടിവിടർന്ന് 70,000 മലക്കുകൾ സഅദിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. സഅദിനെ കുളിപ്പിക്കുമ്പോ, സഅദിന്റെ പരിശുദ്ധ ജനാസ ചുമക്കുമ്പോ മലക്കുകളുടെ തിക്കം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നടന്നത് തള്ളവിരൽ ഊന്നിട്ടാണ്. ആ തള്ളവിരൽ ഊന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മന്ദം മന്ദമായി മദീന പള്ളിക്കാട്ടിലേക്ക്. കാരണം അത്രയും മലക്കുകൾ. മയ്യിത്ത് നിസ്കാരത്തിന് 70,000 മലക്കുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനമായി സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഖബറിൽ വെച്ചപ്പോ ആ ഖബർ സഅദിനെ ഇടുക്കി സ്വഹാബ. പിന്നെ ഞാൻ ഇതെപ്പോഴത്തെ കഥ പറയുന്നല്ല, ഇത് ചിലപ്പോൾ നാളാവും. അല്ലാഹു നമുക്ക് ദീർഘായുസ് നൽകട്ടെ, നമ്മുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ആമിയാക്കിയിട്ട് കാര്യമില്ല. കുടുംബക്കാരോട് ചൊല്ലി, അയൽവാസിയോട് പിണക്കം, ഓന് പല പല പ്രശ്നം. ഇവിടെ ആമി ആമി എന്താമി ഒരു കാര്യമില്ല. ഫസ്റ്റ് ബന്ധങ്ങളെ നന്നാക്ക്. മരണത്തിന് വേണ്ടി ഒരുങ്ങണം. എങ്ങനെ? തൗബ ചെയ്യൽ കൊണ്ട്, കടബാധ്യതകളെ വീട്ടൽ കൊണ്ട്, അന്യവന്റെ ഹക്കുകളെ പൊരുത്തപ്പെടിക്കൽ കൊണ്ട് മതി. അന്യവന്റെ ഹക്കുകളെ പൊരുത്തപ്പെടിച്ചില്ല എങ്കിൽ രക്ഷപ്പെടൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, തകർത്തെറിഞ്ഞ ബന്ധങ്ങളെ ഒന്ന് സമമാക്കണേ. തകർത്തെറിഞ്ഞു പോയ വിച്ഛേദിക്കപ്പെട്ട ബന്ധങ്ങളെയെല്ലാം അവിടുന്ന് തെറ്റിദ്ധാരണയാണ്. എല്ലാവർക്കും ബന്ധങ്ങളെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. ഒരു മനുഷ്യന്റെ ബന്ധങ്ങളെ വിച്ഛേദിക്കുന്ന ഏറ്റവും വലിയ വൈറസ് അത് തെറ്റിദ്ധാരണയാണ്. ഒരു തെറ്റിദ്ധാരണ അപ്പ പോയി ശരിയാക്കണം. ഒരു തെറ്റ് ഒരാളുടെ അടുത്ത് കണ്ടാൽ അപ്പ അവനോട് പോയി പറയണം. അല്ലാതെ അവനോട് പിണങ്ങി നിൽക്കലല്ല, തെറ്റിദ്ധരിക്കലല്ല, പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാണ് അത് ഏറ്റവും വലിയ ശിർക്കാണ്, പാടില്ലാത്തത്. രണ്ടാമതായി ഖബറിന്റെ അകത്തളത്തേക്ക് നമ്മെ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചെന്ത്? മാസ്റ്റർമാരെ പോലെ മുൻകറും വരും നക്കീറും എന്നിട്ട് രണ്ടടിച്ചിട്ട് പോകുന്ന മുൻകറും വരും നക്കീറും വന്നിട്ട് എന്താ നാളെ വരുന്നോ, നാലടിച്ചിട്ട് പോയി. ഇത് ട്യൂഷന് വരുന്നല്ല, നമുക്ക് കേട്ടങ്ങനെ അല്ലേ? മുൻകറും നക്കീറും വന്നിട്ട് പോയി അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, മുൻകർ നക്കീർ വരാൻ സമയമുണ്ട്. രണ്ടാമതായി റൗമാനി എന്ന് പറയുന്ന ഒരു മലക്ക് ഖബറിലേക്ക് വരിക. ആ മലക്കിന്റെ പണി എന്തെന്നറിയോ? അയാളെ ശിക്ഷിക്കാനോ അടിക്കാനോ ഇടിക്കാനോ ഒന്നും വന്നതല്ല. പിന്നെയോ ആ മലക്കിന്റെ പണി ഖബറിന്റെ പുതിയൊരാളല്ലേ, ആ മുട്ടത്തോട് പള്ളി പറമ്പിലേക്ക് ഒരു പുതിയൊരാൾ, അയാളെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാൻ വേണ്ടി വരും. എത്ര കൊല്ലായി? 60 കൊല്ലായി. എന്ത് പേര്? മുഹമ്മദ്. ഇപ്പൊ വന്നെത്തിരല്ലേ അത്? നിന്റെ എൻചിരി ഇങ്ങനെ ഇരുത്തും. അപ്പൊ ഒരാൾക്ക് കുറെ തല തിരിഞ്ഞ പിരാന്തന്മാരുണ്ട്. ഓർ ചോദിക്കും, ഉസ്താദ് ഇരുന്നങ്ക് മീസാങ്കൽ തലമുട്ടലേ? അത് തല തിരിഞ്ഞല്ല. അതിനെ കുറിച്ച് നമുക്ക് ചോദ്യം സംസാരിക്കാൻ. അങ്ങനെ ഇരുന്നു.
ഒന്നും സംസാരിക്കാനില്ല, ഒരു നോട്ടം മാത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മലക്ക് പറയും, ഉക്തുബ മലക്ക്, എഴുത്, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ 60 കൊല്ലത്തിന്റെ നല്ലതും ബടക്കും എല്ലാം എഴുത്, നിന്നെ കൊണ്ട് എഴുതാൻ പറയും. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, ഇത് പടായി ഈ 2 മണിക്കൂറിൽ നമുക്ക് കിട്ടിയ വാഴ ഇപ്പോൾ കണക്ക് ഓർമ്മയില്ലേ? 60 കൊല്ലത്തിന്റെ ഓർമ്മ ഉണ്ടാവാം. അള്ളാഹു ഒരു സെക്കൻഡിൽ സംഭവിച്ചതുപോലെ എല്ലാം ഓർമ്മിപ്പിച്ചു തരും, എല്ലാം ഓർമ്മിപ്പിച്ചു തരും. ആ ഖബറിൽ കിടന്ന് മലക്ക് പറയുകയാണ്, ഉക്തുബ മലക്ക്, നിന്റെ അമലുകളെല്ലാം 60 കൊല്ലത്തിൽ ചെയ്തതെല്ലാം എഴുതടാ. 30 കൊല്ലത്തിലും പെട്ടെന്നുള്ള അറ്റാക്കിലൂടെ ദുനിയാവിൽ നിന്ന് വന്നവനല്ലേ, നിനക്ക് കുടുംബം കരയുന്നുണ്ട്. പക്ഷേ അവിടെ സഹതാപമുണ്ടെങ്കിലും ഇവിടെ സഹതാപമില്ല. പൊന്നുമോനെ എല്ലാം എഴുതടാ എന്ന് പറയുമ്പോ നീ പറയാണ്, എന്നോട് പേനയില്ലല്ല റൗമാൻ, ലൈസ മഈ കലമുൻ യാ റൗമാൻ, റൗമാനെ എന്നോട് പേനയില്ലല്ലോ. റൗമാന് പറയുകയാണ്, നിന്റെ ഇസ്ബഉക കലമുക്ക്, നിന്റെ വിരലുണ്ടല്ലോ, ഇത് നിന്റെ പേന, ഈ വിരൽ നിന്റെ പേന. പാതിരാത്രി വരെ കാമുകിയോട് ചാറ്റിംഗിന് വേണ്ടി ഉപയോഗിച്ച നിന്റെ വിരൽ തുമ്പുണ്ടല്ലോ ചെറുപ്പക്കാരാ, അശ്ലീലമായ വീഡിയോകൾ കാണാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, നിന്റെ പ്രിയപ്പെട്ട കാമുകന് വേണ്ടി ഉപയോഗിച്ച ഈ വിരൽ തുമ്പുണ്ടല്ലോ, അനാവശ്യങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും അന്യവനെ പരിചയം ചെയ്താൻ, മോശപ്പെട്ട പ്രവർത്തനങ്ങളെ, മോശപ്പെട്ട മെസ്സേജുകളെ ഷെയർ ചെയ്യാൻ ഉപയോഗിച്ച നിന്റെ വിരൽ തുമ്പുണ്ടല്ലോ, പൊന്നുമോനെ, അത് നിനക്ക് നാളെ ഖബറിൽ എഴുതാനുള്ള പേനയാ. പേന റെഡിയായി എപ്പോഴാണ് റൗമാനിനോട് നീ പറയുന്നത്, റൗമാൻ പേന റെഡിയാണ് റൗമാന്, പക്ഷേ എന്റെ കയ്യിലുണ്ടല്ലോ പേനയ്ക്ക് മഷിയില്ല റൗമാൻ. ഇതാ മഷിയില്ല, മഷിയില്ലേ, ഒന്നും പേടിക്കണ്ട, അറിയിക്കുക മിതാദു, നിന്റെ ഉമിനീറുണ്ടല്ലോ നിനക്ക് മഷിയാണ്. നിന്റെ ഉമിനീറുണ്ടല്ലോ, കള്ളു കുടിച്ച് പേപ്പട്ടിയെപ്പോലെ പാതിരാത്രി സമയത്ത് നടുറോട്ടിൽ അവിടെ നിന്ന് കിടന്നുറങ്ങി കഞ്ചാവടിച്ച് നാക്കിൻ തുമ്പിലൂടെ ഉമിനീർ ഇറക്കി വിടുമ്പോ ചെറുപ്പക്കാരാ ആലോചിക്കണം മോനെ, ഈ പരിശുദ്ധ ഉമിനീര് നിനക്ക് ഖബറിൽ എഴുതാനുള്ള മഷിയാ. പേനയും മഷിയും റെഡിയായി എപ്പോഴാ നീ പറയുന്നത് മലക്കിനോട്, പേനയും റെഡിയാ മഷിയും റെഡിയാ, പക്ഷേ എന്നോട് കടലാസില്ലല്ല റൗമാൻ. റൗമാന് പറയാണ്, എന്തേ അതിന് ചിന്തിക്കുന്നത്, നിന്റെ കഫം പുടയില്ലടാ, ആ കഫം പുടയിൽ നിന്നൊന്ന് കീരി കൊടുക്കുകയാണ്. അല്ലാഹ് പടച്ചവരെ, 3 പട കഫൻ തുടിയിൽ ചുരുട്ടി നിന്നെ കിടത്തിയപ്പോ ആ കഫൻ തുടിയിൽ നിന്നുള്ള ഒരു ഭാഗം കീരി കൊടുക്കുകയാണ്. അങ്ങനെ നീ ഖബറിൽ എഴുതി എല്ലാം എഴുതുകയാണ്. ജീവിതത്തിൽ ചെയ്ത നന്മകള്, ജീവിതത്തിൽ ചെയ്ത തിന്മകള്, ജീവിതത്തിൽ ചെയ്ത മോശത്തരങ്ങളെല്ലാം എഴുതി അവസാനം ഒരു ഒപ്പിടുകയാണ്. എന്നിട്ടോ റൗമാനിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ ആ റൗമാനുണ്ടല്ലോ, ആ കെട്ടിയ, ആ എഴുതിയ കടലാസാകുന്ന കഫംപുടയാകുന്ന ആ കടലാസിനെ ചുരുട്ടുകയാ. എന്നിട്ടോ വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക യൗമ അലൈക ഹസീബാ. എന്ത് ചെയ്യും? ഈ കെട്ടി എന്നിട്ട് അതിനെ കഴുത്തിലേക്ക് റൗമാൻ കെട്ടും, മാല കെട്ടിയ പോലെ കെട്ടും. കിടന്നോ, എന്നിട്ട് റൗമാൻ. ഇതെന്തിനെന്നറിയോ കെട്ടിയത്? എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ അള്ളാന്റെ ലോകത്തേക്ക് ഇസ്രാഫിന്റെ 2ാമത്തെ വിളി കേൾക്കുമ്പോ നീ പോവല്ലോ, പോയപ്പോ അള്ളാഹ് ചോദിക്കും, നീ എന്ത് തെറ്റ് ചെയ്തടാ, നീ അങ്ങനെ ആക്കിയില്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല റബ്ബേ, ഞാൻ നല്ല മനുഷ്യൻ, ഞാൻ നല്ല മനുഷ്യൻ, ഞാൻ നല്ല മനുഷ്യൻ. അപ്പൊ അള്ളാഹ് ഇതിനെ അയച്ചിരിക്കുകയാണ്, ഇതാ നീ എന്നെ എഴുതിട്ട് നീ ഒപ്പിട്ടതല്ലേ റൗമാന്റെ അടുത്ത്, നിഷേധിക്കാൻ പറ്റുമോ? ഇതിനു വേണ്ടിയാണ് അള്ളാഹു ചെയ്യുന്ന പ്ലാനിങ്. എന്റെ പ്രിയപ്പെട്ടവരെ, 3ാമത്തെ ഖബറിന്റെ ഭീകരത എന്തെന്നറിയോ?
ഒരു മനുഷ്യന്റെ പരിശുദ്ധമായ കബറിടത്തിൽ അവനെ അടക്കി അവനെ മറമാടി പരിശുദ്ധ പള്ളിപ്പറമ്പിൽ നിന്ന് നിങ്ങളെ പിരിയുമ്പോ 7 ചവിട്ടടി ഇങ്ങോട്ട് വെക്കുമ്പോ ആ കബറിന്റെ അകത്തളത്ത് സംഭവിക്കുന്ന മൂന്നാമത്തെ ഭീകരത എന്തെന്നറിയോ? ഖബർ അവനോട് സംസാരിക്കുകയാ. ഖബർ സംസാരിക്കുക. ഖബറാളിയാകുന്ന മനുഷ്യനോട്, മയ്യത്തായി പോയ മനുഷ്യനോട് ഖബർ സംസാരിക്കും. ഖബർ പറയും, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ മക്കള് പോവാണ് ആ സമയത്ത്. ഖബർ ആദ്യമായി ചോദിക്കുന്നത്, മോനെ എന്നെ നിനക്കറിയുമോ? അലം തഅലം ബി, എന്നെ നിനക്കറിയുമോ? പൊന്നുമോനെ, ഈ പരിശുദ്ധ പള്ളിപ്പറമ്പിലേക്ക് ഒരുപാട് പ്രാവശ്യം നീ വന്നവനല്ലേ? ഈ മുട്ടത്തോടി പള്ളിയിൽ നിസ്കരിക്കാൻ വന്നവനല്ലേ? ജുമുഅക്ക് വന്നവനല്ലേ? പ്രഭാഷണത്തിന് വന്നവനല്ലേ? ഒരുപാട് പള്ളിപ്പറമ്പിലുള്ള മുഅ്മിനാത്തുകളെ കണ്ടവനല്ലേ? എന്നെ നിനക്ക് പരിചയമില്ലേടാ? ഞാൻ ആരാണെന്നറിയോ? ഖബർ നിന്നോട് പറയുകയാണ്, അന ബൈത്തുൽ ഫിത്ന, ഞാൻ വിനാശത്തിന്റെ വീടാണ്. പടച്ചോനെ, ഖബറിൽ കടന്ന് ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ നിന്റെ മക്കള് നിന്നെ വിട്ടേച്ച് പോവാട്, നിന്റെ ഭാര്യ പൊട്ടിക്കരയാട്, നിന്റെ നാട്ടുകാരെല്ലാവരും ചിരിച്ച് പിന്തിരിയുമ്പോ അവരെ വിട്ടുവന്ന ബേജാറിൽ ഖബറിന്റെ അകത്തളത്ത് നീ കിടക്കുമ്പോഴാട് ഖബർ നിന്നോട് സംസാരിക്കുന്നത്. ആ വേദന തന്നെ മാഞ്ഞു പോയിട്ടില്ല, ഇനി തിരിച്ചു പോകാനില്ലല്ലോ. ആ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് തിരിച്ചൊരിട്ടിനുള്ള പോക്കില്ലല്ലോ. ഇനി ഒരാളെയും ഭൂമോദരതലത്തിൽ കാണാറില്ലല്ലോ റബ്ബേ. ബന്ധങ്ങൾ മുരിഞ്ഞുവല്ലോ. ഇനി പടച്ചവന്റെ ലോകത്ത് കണ്ടാൽ തന്നെ അവരെ മൈൻഡ് ചെയ്യുമെന്നുറപ്പില്ലല്ലോ. 40 ദിവസം കഴിയുമ്പോ മക്കളും ഭാര്യയും മറക്കുമല്ലോ. പടച്ചവൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഖബറിന്റെ അകത്തളത്ത് നീരിക്കുമ്പോഴാണ് ആ ഖബർ നിന്നോട് പറയുന്നത്, ഞാൻ ഫിത്നയുടെ വീടാണ്, ഞാൻ പശുക്കളുടെ വീടാണ്. ഇതുപോലത്തെ ശരീരമല്ല. 10, 15, 40 ദിവസം കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ചുണ്ടിൽ പുരട്ടിയ പെങ്ങളെ, സൗന്ദര്യ വസ്തുക്കൾ മുഖത്തേക്കും ശരീരത്തേക്കും തേച്ചു മിനുക്കിയ പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, ഇത് പശുക്കളുടെ ഭക്ഷണമാണെന്ന് പറയുന്നത് നീ ഖബറിൽ കിടക്കുമ്പോ നിന്റെ പരിശുദ്ധ ഖബറാണ്. ആ ഖബർ പറയുകയാണ്, നിന്റെ വീട്ടിൽ കരണ്ട് പോയാൽ നിനക്ക് കിടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒറ്റപ്പെട്ട റൂമിന്റെ അകത്തളത്ത് 2 ദിവസം കരണ്ടില്ലാതെ ഇൻവൈറ്റർ ചാർജ് തീർന്നാൽ കിടക്കാൻ പോലും പേടിച്ചിരുന്നവരാതെ. പൊന്നുമോനെ, ഇവിടെ കരണ്ടില്ലടാ, ഇവിടെ ഇരുളില്ല, ഇവിടെ ഇരുളാണ്, ഇവിടെ കൂരിരുട്ടാണ്, ഇവിടെ കൂരിരുട്ടാണടാ എന്ന് ഖബറാകുന്ന മണ്ണറക്കൂട് നിന്നോട് സംസാരിക്കുകയാണ്. ഇവിടെ ഏകാന്തതയാണ്, ഇവിടെ ഭാര്യയില്ല, ഇവിടെ മക്കളില്ല, ഇവിടെ കുടുംബമില്ല, ഇവിടെ ഉറ്റവരില്ല, ഇവിടെ ഉടയവരില്ല, ആരാരുമില്ലാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏകാന്തതയുടെ ഭവനമാ. മാത്രമല്ല ഇവിടെ ഇനി തിരിച്ചു പോകാനില്ല. നിനക്ക് മനസ്സ് വരുമ്പോ ഏത് നാട്ടിലായാലും വിസയടിച്ച് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ശരിപ്പെടുത്തി നിനക്ക് വാഹന സൗകര്യങ്ങളോടുകൂടെ നാട്ടിൽ മടങ്ങാമായിരുന്നു. പക്ഷെ ഇതിൽ നിന്നുള്ള തിരിച്ചു പോക്കില്ലടാ. ആരോടാ പറയുന്നത്? ഇന്നലെ വരെ ഭാര്യയോട് 60 വർഷങ്ങളോളം ജീവിച്ച മനുഷ്യനോടാ, 40 വർഷങ്ങളുടെ സുഖകരമായ ദാമ്പത്യ ജീവിതം നയിച്ച മനുഷ്യനോടാ, പൊന്നുമക്കളെ ചുമലിലേന്തി നടന്നവനോടാ, ഭാര്യയോട് രാത്രി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ മനുഷ്യനോടാ ഖബറാകുന്ന മണ്ണറക്കൂട് കൂട്ടപ്പെടുന്ന് വിലപിച്ച് പറയുന്നത്. എന്നിട്ട് ഖബർ പറയാണ്, ഇതാണ് നിനക്ക് ഞാൻ തയ്യാറാക്കി വെച്ചത്. ഇതെല്ലാം ഇല്ലാതാവണമെങ്കിൽ എനിക്ക് എന്ത് കൊണ്ടുവന്നു? എന്തുകൊണ്ടുവന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ഖബറിൽ കിടന്ന് മോൻ പോന്ന്, പിന്നെ അപ്പുറത്തെ വരണ്ടവൻ പോന്ന്, പിന്നെ കുടുംബക്കാർ പോന്നു, കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി വല്ല പോന്നു, സെറ്റിൽമെന്റ് ആവണല്ലോ. അപ്പൊ നീ ഖബറിൽ കിടന്ന് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് പറയാണ്, പൊട്ടി കരഞ്ഞുകൊണ്ട് പറയാണ്, യുനാദൂന ഖൽഫൻ അർശി മല്ലാ യുജീബുഹു വഖദ് കുന്തു ഫിദ്ദുനിയാ സരിയൽ ഇജാബതി. ദുനിയാവിൽ ഒരു മെസ്സേജ് അയക്കുമ്പോ, ഒരു മിസ് കോൾ അടിക്കുമ്പോ, ഒരു ഫോൺ വിളിക്കുമ്പോ
ഏത് നാട്ടിലായാലും നിനക്ക് ഞാൻ പ്രതികരിച്ചവനായിരുന്നില്ലടാ. വാടാ, എന്നെ വന്നു രക്ഷപ്പെടുത്തോടാ. ഈ ഭയാനകത എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റൂലടാ. എന്റെ ഉമ്മമാരെ, എത്ര മനോഹരമാണ് മാപ്പിളക്കവികൾ വിവരിച്ചത്. പരംവിധി ചുമ്മാ വിട്ടിച്ചുങ്കിൽ നടക്കുന്ന ശുചത്തിന് മുക്കുണ്ടോ നാട്ടിലേ, കഥയെന്തെന്നറിയുണ്ടോ നാളെ കിടകിട കബർന്ന ഭയങ്കര വീട്ടിലേ, കബർന്ന ഭയങ്കര വീട്ടിലേ. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കിട നമ്മുടെ മേൽ വരുന്നത് കല്ലാണ്. വീട്ടിലെ മെത്ത പിരിഞ്ഞ നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കിട നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇറയുമ്മൽ തണ്ണീരേത് ചേർത്ത് മണ്ണതിനാലേ അടവാക്കം ഇടവിലെ വാരിലേ, കനമേറും മീസാൻ കല്ലും മതിമീതെ മറവാടും ഖബർ ജോരിലേ, മറവാടും ഖബർ ജോരിലേ. ഇഷ്ടജനങ്ങളെ വിട്ട് വിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം ഉടലും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, ഇഷ്ടജനങ്ങളെ വിട്ട് വിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണ്ണീരില്ലാരെന്ന്. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണ്ണീരില്ലാരെന്ന്. പരംവിധി ചുമ്മാ വിട്ടിച്ചുങ്കിൽ നടക്കണ ശുചിത്വ നമുക്കുണ്ടോ നാട്ടിലേ, കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കണ കബർന്ന ഭയങ്കര വീട്ടിലേ, കബർന്ന ഭയങ്കര വീട്ടിലേ. ആ കബറാകുന്ന മണ്ണറ കൂട് ഇടുക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, സംസാരിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് വെപ്രാളത്തിലും പ്രയാസത്തിലുമായി ഇന്നേവരെ ഒറ്റപ്പെട്ട റൂമിന്റെ കത്തളത്ത് പോലും കിടക്കാത്ത നിന്നോട് സംസാരിച്ചു പറയാ, ഇതാണ് നിനക്ക് ഞാൻ ഒരുക്കി വെച്ചത്, എനിക്ക് എന്ത് കൊണ്ടുവന്നോടാ. എന്ത് പെങ്ങളെ നിനക്ക് പറയാൻ പറ്റുക? കുറെ സീരിയൽ കൊണ്ടുവന്നു, കുറെ സിനിമ ഞാൻ കണ്ടു, കുറെ മോശത്തരങ്ങളിലൂടെ ജീവിച്ചു, ഭർത്താവിനെ വഞ്ചിച്ചു, കാമുകരോട് ചാറ്റിംഗ് നടത്തി, ഭർത്താവിന്റെ കുറ്റം കുറവുകൾ പറഞ്ഞു, ഭർത്താവിനോട് പിണക്കമായി മോശത്തരങ്ങളിലൂടെ ഭർത്താവിന്റെ ജീവിതത്തെ ഞാൻ കുത്തിനശിപ്പിച്ചവളാ. ചെറുപ്പക്കാരാ, പാതിരാത്രിയുടെ യാമങ്ങളിൽ അങ്ങാടി തിണ്ണകളിൽ ഇരുന്ന് ഞാൻ സ്വറ പറഞ്ഞവനാ, ക്ലബുകളിൽ മോശപ്പെട്ട അനാചാര പ്രവർത്തനങ്ങൾ നടത്തിയവനാ, വേണ്ടാധീനങ്ങളോട് ജീവിതം തള്ളിതം നീക്കിയവനാ. എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, എന്താണ് ഖബറിൽ നാളെ വന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റാ? അമലുണ്ടോ? പറയാൻ വല്ലതുമുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഫിത്ന പറഞ്ഞ്, ഫസാദ് പറഞ്ഞ്, ഗീബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ്, അനാവശ്യം പറഞ്ഞ് ജീവിതം ഞാൻ തള്ളിക്കളഞ്ഞവനാ. അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് ഒരു നേരം പോലും പള്ളിക്ക് പോവാത്തവനാണെന്ന് പറയാ. മുട്ടത്തോട് പള്ളിയുടെ ചാരത്ത് ജീവിക്കുന്നവരെ നാളെ മരിച്ച ഖബർ നിന്നോട് ചോദിച്ചാൽ പറയാൻ പറ്റോ? അതുകൊണ്ട് നല്ല അമലുകളെ കൊണ്ട് പടച്ചവനിലേക്ക് ഒരുങ്ങിക്കോ. ഖബർ ചോദിക്കുന്ന മറുപടിക്ക് ആരെയും നിലവിളിക്കാതെ പുഞ്ചിരിയോടുകൂടെ മറുപടി പറയാൻ കഴിയണം മുഅ്മിനേ. അല്ലാഹു അതിന് ഭാഗ്യം നൽകട്ടെ. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ ഖബർ ഇങ്ങനെ സ്വീപ്പാക്കുന്നത്. ഖബർ ഭയങ്കര കുത്തിനശിപ്പിക്കുക, വേദനിപ്പിക്കുക. അപ്പോഴാണ് ഖബറിലേക്ക് ഒരു കൂട്ടം ആളുകൾ, സുബ്ഹാനല്ലാഹ്, നീ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, അങ്ങനത്തെ ഒരാളുകളെ നീ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, വരാണ് പുഞ്ചിരിയോടുകൂടെ സുഷ്മേനവദനന്മാരായി. ഈ കാണുന്ന ഫോക്കസ് ലൈറ്റിനേക്കാളും വിശാലമായ പ്രകാശത്തോടുകൂടെ വരാട് വന്നിട്ട് സ്വാലിഹായ അമലുകളെല്ലാം നിന്നെ പൊതിയും.
നിന്റെ തലഭാഗത്ത് നിന്റെ പരിശുദ്ധ നോമ്പ്, നിന്റെ കാൽഭാഗത്ത് നിന്റെ നിസ്കാരം, നിന്റെ ഊരഭാഗത്ത് നിന്റെ ഹജ്ജ്, നിന്റെ കൈഭാഗത്ത് നിന്റെ സദഖ. ഈ സദഖ കൊടുക്കണോ ഖബറിൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയുന്നത് വെറുതെ അല്ല. അപ്പൊ ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭാഗത്തേക്ക് അയച്ച ആ ഖബറിലേക്ക് നല്ലൊരു സംഖ്യ നിക്ഷേപിച്ച് അയക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട ബന്ധപ്പെട്ട സംഘാടകർ വരികയാണ്. അവിടെ ആരും അലങ്കോലപ്പെടാതെ ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ഒരു നല്ല നിയ്യത്ത് നമ്മുടെ ഖബർ വിശാലമാവണം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് ഉറ്റവരുമുടയവരെ മന്തി ഉറങ്ങുന്ന മണ്ണറയെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹ് അവിടേക്ക് ഒരു തണലെത്തിക്കണേ എന്നുള്ള നല്ല മനസ്സോടുകൂടെ ആ സ്വതക്ക ഇങ്ങോട്ട് അയക്കുക. അല്ലാഹ് പടച്ചവനെ, ഏതുമ്മയാണോ ഏത് സഹോദരിയാണോ ഈ പരിശുദ്ധ പരിപാടിക്ക് വേണ്ടി അള്ളാഹുവെ നിയ്യത്ത് ചെയ്ത ആ ഖബറിൽ നല്ല ഒരു സംഖ്യ നിക്ഷേപിച്ച് അയക്കുന്നത്, അവരിൽ നിന്ന് മൺമറഞ്ഞവർ ഈ പള്ളിപ്പറമ്പിലുണ്ട് റബ്ബേ, അല്ലെങ്കിൽ വ്യത്യസ്തപ്പെട്ട പള്ളിക്കാട്ടിലുണ്ട് റബ്ബേ, അവരുടെ ഖബറിലേക്ക് അതിന്റെ ഒരു മിസ്ൽ സവാബ് എത്തിച്ചു കൊടുക്കുക റബ്ബേ. അവരുടെ ഖബർ വിശാലമാക്കണയല്ലോ, അവിടെ ഖബർ പ്രകാശിപ്പിക്കണയല്ലോ, സ്വർഗീയ പൂങ്കാവനമാക്കണേ. അല്ലാതെ ഒരാൾക്ക് വിചാരണ്ട് ഉസ്താദ്മാർ ഖബറിന്റെ വാതിൽ പൈസ ആക്കാൻ വേണ്ടി പറയുന്നത്. നീ പൈസ തന്നെങ്ങനത്തെ തന്നില്ലെങ്ങനത്തെ, നീ ഖബറിൽ ബച്ചാവണമെങ്കിൽ കൊടുക്കുന്ന് പറയുന്നത് അത്രേ അല്ലേ. നമ്മളൊന്നും ആലോചിച്ച് കുറെ ഉണ്ടാക്കി, കുറെ കഷ്ടപ്പെട്ട്, കുറെ അധ്വാനിച്ച് എല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളെ പോലത്തെ പൊട്ടന്മാർ അതും അള്ളാനെ പേടിച്ച് പോയാന്ന് പറച്ചിട്ടാണെങ്കിൽ മോശമില്ല. അള്ളാന്റെ പള്ളിയുമായി ബന്ധം, ഇബാദത്തും ഇതൊന്നുമില്ല. ഉസ്താദെ തിരക്ക് അവസാനത്തിന് തിരക്ക് വരുന്ന അസ്റായിൽ വന്നിട്ട് പിടിച്ച് എല്ലാം ഉണ്ടെല്ലാം ഓർക്ക് കൊടുത്തിട്ട് വന്നു ഒറ്റയ്ക്ക്. എന്തില്ല എന്ത് ഞാൻ കുറെ ഓൾക്കും എൻ്റെ മക്കൾക്കും എല്ലാം കെട്ടിവെച്ചിട്ട് വന്നെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് നമ്മളെപ്പോഴും സാധാരണ പറയാനുള്ള മുൻകറും നകീർ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. മുൻകറുൻ നകീർ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന രംഗം എങ്ങനെയാണെന്നറിയോ? ഖബറിന്റെ രണ്ട് പരിശുദ്ധമായ ആ രണ്ട് സൈഡുകളെയും തുറന്നു പറ്റിച്ചുകൊണ്ട് ഈറ്റപ്പുലിയുടെ മാർജവുമുള്ള കൊമ്പ് കൊണ്ട് തുറന്നു പൊട്ടിച്ചുകൊണ്ട് ആ ഖബറിലേക്ക് ഖബർ വളരെ ഭീകരമായ കോലത്തോടെ വരാണ്. ഫജഅഹുൽ മുൻകറു വന്നകീറു വസ്ഫുഹുമാ ബൈനൽ വറാ ശഈറു ജഅദാനി അസ്റാകാനി അസ്വാദാനി ശഅറുഹുമാ യസ്ഹബുഹു റിജ്ലാനി. ഇത് വല്ലാത്ത ഒരു കോലായിരിക്കും. എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലിക്കാർകളിൽ വിശ്വാസമുണ്ട്, ഇല്ലെങ്കിൽ നിന്റെ ഈമാൻ പൂർണ്ണാവില്ല. വരുന്ന രംഗം എങ്ങനെ, അത് വല്ലാത്ത ഒരു രംഗം. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോൾ അവരുടെ കയ്യിൽ ദണ്ടുണ്ടാവും, ഇരുതരം മൂർച്ചയുള്ള ദണ്ട്. എന്തിന്? നിന്നെ അടിക്കാൻ, നിന്നെ എന്നെ എന്ന് പറയാൻ പേടിയുണ്ട്. അല്ലാഹു നമ്മുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. പേടിയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ മഹത്വം പറയാണ്. ആ ഇരുതല മൂർച്ചയുള്ള ദണ്ടിന്റെ മഹത്വം പറയാണ്. ആകാശഭൂമിയിലുള്ള രണ്ട് സൃഷ്ടികൾ ഈ ആ പരിശുദ്ധമായ ദണ്ടിനെ ഇങ്ങനെ ഉയർത്താൻ, ഒന്ന് പൊക്കാൻ, ജസ്റ്റ് ഇങ്ങനെ അതിന്റെ വെയിറ്റ് നോക്കാൻ ഈ ദുനിയാവിലുള്ള ജിന്നും ഇൻസുകൾ താല്പര്യപ്പെട്ടാൽ അവരെ കൊണ്ട് കഴിയില്ല. അത്രയും വലിയ ദണ്ട് നിനക്കടിക്കാൻ വരികയാണ്. അപ്പോഴാണ് ഖതീബ് അവിടെ അല്ലേ ഇരുന്നിട്ട് പറഞ്ഞു കൊടുക്കും, മൻ റബ്ബുക ഇദാ സഅലാക ജിലസാക വൈകലാക വസഅലാക മൻ റബ്ബുക വമൻ നബിയുക. മോനോടുള്ള ഉസ്താദ് പറഞ്ഞു, ആലോ ആ ഉമ്മനെ അങ്ങനെ ഇങ്ങനെ അല്ലേ, പൊട്ട നീ അവിടെ വേണം, നിന്റെ ഉമ്മാക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഖതീബ് ഉസ്താദ് അല്ലേ, ഖതീബ് ഉസ്താദിന്റെ അടുത്ത് നീ വേണം. കൈന്നുണ്ടെങ്കിൽ നീ എന്നെ ഓത്. അതൊരു നിബന്ധനയല്ല, ഖതീബ് ഓതണം. മക്കളാണ് ചെയ്യേണ്ടത്. ഉമ്മാക്ക് മനസ്സുരുക്കി പറഞ്ഞു കൊടുക്കാണല്ലോ. പടച്ചോനെ, കാരുണ്യവാനെ, ഉമ്മാക്ക് പറയാൻ തോന്നിപ്പിക്കറബേ. അത് നല്ല ആളായിരിക്കണം. ഖതീബന്മാരെ ഏൽപ്പിക്കാനുള്ള കാരണം എന്താ? 5 വക്ത് നിസ്കരിക്കുമല്ലോ ഇന്നത്തെ മക്കള് അല്ലെ. എപ്പോ 2 ദിവസം നല്ല ഫ്രഷാവും, ഇബാദത്ത് ചെയ്യും. ഒന്ന് ഉമ്മ മരിച്ചിട്ട് 3 ദിവസം, അല്ല ഉപ്പ മരിച്ചിട്ട് 3 ദിവസം, പിന്നെ മങ്ങാലത്തിലാണ് 2 ദിവസം അവന്റെ ഭയങ്കര ഇബാദത്തുണ്ടാവും. പിന്നെ 1 വക്ത് നിസ്കരിക്കുന്ന ആളായിരിക്കും. അതുകൊണ്ടാണ് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറയുന്നത്. ആ മലക്കുകൾ വന്ന് നിന്നോട് ചോദിക്കുകയാണ്, മർ റബ്ബുക,
വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക. നിങ്ങളെല്ലാവരും കേട്ടവരാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിൽ ഒരു ലോക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മലക്കുകളെല്ലാം ചോദിക്കും. ഒരുപക്ഷെ ഇവൻ ഉത്തരം മുട്ടിയാൽ മലക്കുകൾ ഇവനെ ശിക്ഷിക്കാൻ വേണ്ടി വരികയാണ്. ആരാണെന്നറിയോ? കാൽഭാഗത്തുള്ള മലക്ക് വരികയാണ് ശിക്ഷിക്കാൻ വേണ്ടി. കടന്നു വരുമ്പോ കാൽഭാഗത്തുള്ള നിന്റെ നിസ്കാരം പറയുകയാണ്. എടാ, മലക്കിനോട് പറയാണ് നിസ്കാരം പറയാട്. ഇല്ല ഇല്ല. ആ മലക്ക് പറയുകയാണ് അലൈക്കും മന്നു ഫലാ സബീല ലക്കും അലൈ ഫഖദ് അതാലൽ ഖിയാമ ബില്ലാഹി ഇലൈഹിമാ. വിട്ടുതരൂല. ഈ കാലുകളെ ശിക്ഷിക്കാനുള്ള അനുവാദം നിങ്ങൾക്കില്ല. കാരണം എന്തെന്നറിയോ? ഈ രണ്ട് കാലുകളെ കൊണ്ടാണ് ഇവൻ പള്ളിയിലേക്ക് നടന്നു വന്നത്. ഈ കാലുകളെ കൊണ്ടാണ് അവൻ തഹജ്ജുദ് നിസ്കരിച്ചത്, ളുഹാ നിസ്കരിച്ചത്. ഈ കാലുകളെ കൊണ്ടാണ് അല്ലാഹുവിന്റെ പള്ളിയിൽ വെച്ച് ഇബാദത്ത് ചെയ്യാൻ അവനിക്ക് അവസരമുണ്ടായത്. എത്രയോ നിസ്കാരങ്ങൾ ഈ രണ്ട് കാലുകളെ കൊണ്ട് നിന്ന് നിസ്കരിച്ചവനാ. അതുകൊണ്ട് ശിക്ഷിക്കാൻ അനുവദിക്കൂല എന്ന് പറയുമ്പോ മലക്കുകൾ തോറ്റുകൂടി പോവുകയാണ്. എങ്ങനെ വരുന്ന നിന്റെ നിസ്കാരം? മനുഷ്യരൂപത്തിൽ വരും. മനുഷ്യരൂപത്തിൽ പറഞ്ഞാൽ നീ ദുനിയാവിൽ ഇഷ്ടപ്പെടുന്ന ഓരോ കോലത്തിൽ. അല്ലാഹ്, എന്തൊരു ഭാഗ്യല്ലേ! ഖബറിലേക്ക് ഉമ്മ വരും, ഖബറിലേക്ക് വാപ്പ വരും. ടെൻഷൻ ഉണ്ടാ? അല്ലാഹ് അങ്ങനെയുള്ള ഖബറാക്കി നമ്മുടെ ഖബറിനെ അല്ലാഹു മാറ്റട്ടെ. നല്ലോണം അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടല്ല മുൻഗാമികളായ ദുനിയാവിനെ കുറിച്ച് ആലോചിച്ചില്ല, ചിന്തിച്ചേയില്ല. തലഭാഗത്ത് വരികയാണ്. അപ്പോഴും ഒരാളെ കാണുകയാണ്. മലക്കുകൾ വരികയാണ്. ഇത് വലിയ VIP ആകുന്ന മനുഷ്യന് പോകുമ്പോ വാലണ്ടിയേഴ്സ് അയാളെ ഒന്നും മറ്റുള്ളവർ തൊടാൻ പാടില്ല എന്ന് ഒരു പ്രധാനമന്ത്രി പോകുമ്പോ സെഡ് പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, അതുപോലെ നിന്റെ അമലുകളും മലക്കുകൾക്ക് കിട്ടാത്ത രീതിയിൽ പൊതിയുകയാ. തലഭാഗത്ത് വന്ന് ചോദിക്കുമ്പോ തലഭാഗത്തുള്ള നിന്റെ നോമ്പ് പറയുകയാണ്, അല്ലാഹ് ഞങ്ങളുടെ നോമ്പ് അങ്ങനെയുള്ള നോമ്പാക്കണേ റബ്ബേ. ആ നോമ്പ് പറയുകയാണ് അലൈക്കും മന്നു ഫലാ സബീല ലക്കും അലൈ. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ ഈ തലയെ ശിക്ഷിക്കാൻ പറ്റുക? ഈ തലയിലുള്ള തലച്ചോറ് കൊണ്ടാണ് ഫഖദ് അതാല ലമാഉ ഫീ ദാരി ദുനിയാ. അവന് ദാഹം സഹിച്ചത് ഈ തലച്ചോറ് കൊണ്ടാണ്. അവന് വിഷമം പ്രയാസവും പട്ടിണിയും ഒക്കെ സഹിച്ചത് ഈ തലച്ചോറ് കൊണ്ടാണ്. അതുകൊണ്ട് ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് മലക്കുകൾ ശരീരഭാഗത്തേക്ക് വരുന്നത്. അപ്പോഴാണ് നീ പരിശുദ്ധ മക്കത്ത് പോയി ചെയ്ത ഹജ്ജുണ്ടല്ലോ, ഉംറയുണ്ടല്ലോ, ആ ഹജ്ജും ഉംറയും പറയുകയാണ് ഇല്ല ഇല്ല ഇലൈക്കും മൻ ഫഖദ് അത്അബ നഫ്സഹു വ അൻസബ ബദനഹു വ ഹജ്ജ വജാഹത ഫീ സബീലില്ലാഹ്. ഇല്ല, നിങ്ങളെ ഞാൻ അനുവദിക്കൂല, ശിക്ഷിക്കാൻ അനുവദിക്കൂല. കാരണം എന്തെന്നറിയോ? ഈ പരിശുദ്ധമായ ശരീരത്തിൽ ഒരുപാട് വനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറഫയിലും മിനയിലും സഹിച്ചിട്ടാ ഇവനെ ത്യാഗമായ ഹജ്ജ് ചെയ്തത്. ഇല്ല, ഇതിനെ ഞാൻ തൊട്ട് നോക്കാൻ പോലും അനുവദിക്കൂല എന്ന് ശരീരം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ല, മലക്കുകൾക്ക് കിട്ടാനൊന്നുമില്ല. അവസാനം കയ്യെങ്കിലും ശിക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ കൈഭാഗത്ത് വരുമ്പോ ആ കൈഭാഗത്തുള്ള നിന്റെ കൈയുണ്ടല്ലോ, ആ കൈഭാഗത്തുള്ളത് സ്വതക്കയാ. നീ പള്ളിക്ക് കൊടുത്ത സദഖ, പള്ളി പരിപാലനത്തിന് വേണ്ടി കൊടുത്ത സദഖ, മദ്രസക്ക് വേണ്ടി കൊടുത്ത സദഖ, സ്ഥാപനത്തിന് വേണ്ടി കൊടുത്ത സദഖ, പരിശുദ്ധമായ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയും അലങ്കാരത്തിന് വേണ്ടിയും അല്ലാഹുവിന്റെ വീടിന് ഉതകുന്ന ഏതൊരു കാര്യത്തിന് വേണ്ടി കൊടുത്ത സദഖയാണെങ്കിലും മോനെ നിന്റെ ഖബറിലേക്ക് വരികയാണ്. ആ കൈയുടെ ഭാഗത്തുള്ള സദഖ സംസാരിച്ചുകൊണ്ട് പറയാണ് ഫകം മിൻ സദഖത്തിൻ മിൻ ഖറജത് മിൻ ഹാതീനിൽ യദീം. അനുവദിക്കൂല. ഇവന് മുട്ടത്തോടി പള്ളിക്ക് കൊടുത്തവനാ, മുട്ടത്തോടിയിലുള്ള പരിശുദ്ധ മദ്രസക്ക് കൊടുത്തവനാ.
ഇവൻ അവിടെ പണിയുന്ന കമ്പൗണ്ടിന് വേണ്ടി കൊടുത്തവനാ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ ഇങ്ങനെ ആളുകൾ റോഡ് മുരിച്ച് കിടക്കുമ്പോ ഒരു പള്ളി ഉണ്ടെന്ന് ഇവിടെ ആർക്കും അറിയില്ല. ഒരു പരിശുദ്ധമായ പള്ളി, കറാമത്തിന്റെ കനക കൊട്ടാരങ്ങളെ കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സമാശ്വാസനമേകുന്ന ഒരു പള്ളി ഉണ്ടെന്നറിയില്ല. ആ പള്ളിയുടെ അടയാളമായി റോഡ് സൈഡിൽ ഒരു നല്ല ഒരു കാമ്പൗണ്ട് പണിയാ, ഒരു ഗേറ്റ് പണിയാൻ വേണ്ടി കൊടുത്ത കൈകളാ. അല്ലാഹുവേ, ആ കാരണം കൊണ്ട് ഈ പരിശുദ്ധ പള്ളിയിലേക്ക് വന്നു റബ്ബേ. മലക്കുകളോട് ഈ പരിശുദ്ധ സദഖ പറയാണ്, ഇല്ല പോക്കിയോ, നിങ്ങൾ പോക്കിയോ, നിങ്ങൾ പോക്കിയോ എന്ന് പറയാണ്. ഈ ഹദീസ് ഞാൻ ഓതുമ്പോ എന്റെ മനസ്സിൽ ഓർത്തു പോകുന്നത് മലപ്പുറം ജില്ലയിലുള്ള ഒരു ഉമ്മയാണ്. എന്തോ ഒരു ഹദീസാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആ ഉമ്മ മദ്രസക്ക് വേണ്ടി സദഖ കൊടുത്തു. ഒരു സ്ഥലം, ഈ പരിശുദ്ധ സദസ്സിലുള്ള പലരുണ്ട് മദ്രസക്ക് വേണ്ടി സ്ഥലം കൊടുത്തവർ. നിങ്ങൾക്ക് ഒരു രൂപ നാണയത്തൊട്ട് നഷ്ടപ്പെടില്ല. വല്ലാഹി ഇതിന് അനുഭവം പറയാ. ഒരു ഹിന്ദുവായ ഉമ്മയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മദ്രസക്ക് വേണ്ടി സ്ഥലം കൊടുത്തത്. അങ്ങനെ പ്രഗത്ഭനായ ഒരു പണ്ഡിതന്റെ കയ്യിൽ മക്കളും പറഞ്ഞു, ഉമ്മാന്റെ സമ്മതല്ലേ 10-15 സെന്റ് സ്ഥലം ഇസ്ലാമിക ദീനി വിദ്യാഭ്യാസം പഠിക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഒതുങ്ങുന്ന ഒരു മദ്രസ പണിയാൻ വേണ്ടി സ്ഥലം കൊടുത്തിട്ട് ആധാരൊക്കെ വെച്ച് കൊടുത്തു. മദ്രസ കെട്ടി നല്ല രീതിയിൽ മദ്രസ നടന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മക്കൾ ഈ പ്രഗത്ഭനായ ഒരു ഉസ്താദിന്റെ അടുത്ത് വരുന്നത്. എന്തിനെന്നറിയോ? ഒരു വിശേഷത പറയാനാണ്, ഒരു അത്ഭുതം പറയാനാണ്. ഉസ്താദിന് പെട്ടെന്ന് മനസ്സിലായി, ഒരു മുസ്ലിമായ ഉമ്മ മദ്രസ കൊടുക്കാന്ന് പറഞ്ഞ വലിയ വിഷയമല്ലേ. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയി, ഇവിടെ പറഞ്ഞു പുറത്തു കൊടുക്കാൻ ആർക്കും പറ്റൂലല്ലോ. അള്ളാഹു നിങ്ങളുടെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ഉസ്താദെ, അതല്ല ഞങ്ങൾ പിന്നെ വന്ന കാരണം, ഞങ്ങളുടെ ഉമ്മ മദ്രസക്ക് വേണ്ടി സ്ഥലം തന്നതല്ലേ, മരിച്ച കാര്യം അറിയിക്കാൻ അങ്ങനെ നിങ്ങൾ വിചാരിക്കണം. നമ്മൾ വന്നത് ഒരു അത്ഭുതം പറയാനാണ്. ഇന്നലെ ഞങ്ങളെ ഉമ്മ മരിച്ചപ്പോൾ ഞങ്ങൾ ഹൈന്ദവ ആചാരപ്രകാരം ഞങ്ങളുടെ ഉമ്മാന്റെ ശരീരം കത്തിച്ചു. ഉമ്മാന്റെ ശരീരം കത്തിച്ചപ്പോ ഉമ്മാന്റെ ശരീരം മുഴുവനും ചാരമായി വെണ്ണീറായി. പക്ഷെ ഉമ്മാന്റെ കൈ മാത്രം കത്തിയില്ല. ഉമ്മാന്റെ കൈ എത്ര പ്രാവശ്യം ഞങ്ങൾ കത്തിച്ചിട്ടും ആ കൈ കത്തിപ്പോയില്ല. അങ്ങനെ കത്തിക്കാൻ കഴിയാതെ മണ്ണെണ്ണ ഒഴിച്ചു, പെട്രോൾ ഒഴിച്ചു, ഡീസൽ ഒഴിച്ചു, കത്താത്ത ഒരവസ്ഥ വന്നപ്പോ ഞങ്ങൾ അതിനെ കുഴിച്ചു മൂടി. ഉസ്താദേ, ഒരു ഹൈന്ദവളായ പെണ്ണിന്റെ ഒരു ബർസഖിലേക്കുള്ള ഒരു സ്വതക്ക കൊടുത്ത ഒരു കൈയുടെ പ്രതിഫലം അങ്ങനെയാണെങ്കിൽ നിരാശപ്പെടല്ല മുസ്ലിമേ. പണമെന്നുള്ളത് കെട്ടിവെക്കാനുള്ളതല്ല. അതെല്ലാം പടച്ചവന്റെ ലോകത്തേക്ക് പോകുമ്പോ മഹാനായ അബൂദർ തങ്ങൾ പറഞ്ഞതുപോലെ, മോനെ ഒരുപാട് ഉണ്ടെന്ന് കൊതിക്കണ്ടടാ. അതിന്ന് ചില ആൾക്ക് ഒരു വിചാരമുണ്ട്, ഉസ്താദ് നാളെ കൊടുക്കാം. നാളെ നീ വേണ്ടേ? ആർക്കുണ്ടാ ധൈര്യം? നാളെ കൊടുക്കും ഉസ്താദെ, നാളെ നീ വേണ്ടേ? ഉണ്ടെങ്കിലല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നാളേക്ക് ആരും വെക്കല്ലേ, മറ്റൊരു ദിവസത്തേക്ക് നീ വെക്കല്ലേ. അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്, നിന്റെ സമ്പത്തിന്റെ പകുതിയുണ്ടല്ലോ, ഒരു ബാലൻസ് നിന്റെ ഖബറിലേക്ക് കൊടുത്തു. കാരണം എന്തെന്നറിയോ? നീ ചെയ്യുന്ന സേവനങ്ങൾക്ക് പകരം നിനക്ക് ബാങ്കിൽ നിന്ന് ഓരോ ഇൻട്രസ്റ്റുകൾ വരും പോലെ പൈസ ബാങ്കിൽ നിക്ഷേപിച്ചവന് അവന്റെ പരിശുദ്ധമായ ജീവിതത്തിലേക്ക് ഇൻട്രസ്റ്റുകൾ വരും പോലെ നീ കൊടുത്ത അല്ലാഹുവിന് വേണ്ടിയുള്ള സദഖയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയുള്ള സദഖയുണ്ടല്ലോ, നാളെ നിന്റെ ഖബറിന്റെ അകത്തളത്തേക്ക് ബാലൻസാ. ആരാരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന മണ്ണറ കൂടുള്ളത് ബാലൻസാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ അമലുകളും പറഞ്ഞ ആ മലക്കുകളെ പിന്തിരിപ്പിച്ചോടിക്കുമ്പോ മലക്കുകൾ വേദനിക്കുകയാണ്. മലക്കുകൾ തന്നെ അത്ഭുതപ്പെട്ട്, എന്തോ ഒരു മനുഷ്യനാണ്, അല്ലാഹുവേ പടച്ചവനെ എന്ത് ഭാഗ്യവാനാണ്
ആരാണടാ നീ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അഭിനന്ദിച്ച് പടച്ചവനെ ആ മലക്കുകൾ അവനെ അഭിനന്ദിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിച്ച് സ്വർഗത്തിന്റെ കവാടങ്ങൾ അവന്റെ ഖബറിലേക്ക് തുറന്നുകൊടുത്ത് സ്വർഗത്തിന്റെ വിളക്കുകൾ കത്തിച്ച് അവന് വേണ്ടുന്ന കുടുംബക്കാരെയും അവന് വേണ്ടുന്ന പരിപാലകരെയും അവിടെ സെറ്റ് ചെയ്ത് അവനോട് പറയാണ് പുതിയാപ്പിള ഉറങ്ങും പോലെ ഉറങ്ങിക്കൊടാ, ഇനി നിന്നെ വിളിച്ചുണർത്താൻ ആരുമില്ല, ഇനി നിന്നോട് ചോദ്യം ചെയ്യാൻ ആരുമില്ല, ഇനി നിന്നോടൊരു വാക്ക് പറയാനും ആരുമില്ല. ആരെ കുറിച്ചാ ഇത് പറയുന്നത്? ഏറ്റവും കൂടുതൽ സദഖ ചെയ്തവനെ കുറിച്ചാണ്, ഖബറിലേക്ക് കൊടുത്തു വെച്ചവനെ കുറിച്ചാണ്. ബാലൻസ് ഇല്ലാത്ത തീർന്നു പോകുന്ന നൈമിഷികമായ ദുനിയാവിന്റെ മേച്ചൽ പുറത്ത് ആഗ്രഹിക്കാതെ, ഇന്നില്ലെങ്കിൽ നാളെ തീർന്നു പോകുന്ന ദുനിയാവിനെ കുതിക്കാതെ പടച്ചവന് കൊടുത്തവനാണ്. നാളെ ഖബറിന്റെ അകത്തളത്ത് പുതിയാപ്പിളയെ പോലെ ഉറങ്ങിക്കൊടാ എന്ന് പറയുമ്പോ മോശപ്പെട്ട മനുഷ്യനാണോ? അവസാനിപ്പിക്കുകയാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ. ഹബീബായ റസൂലുള്ള പറയാണ്, നേരത്തെ ഞാൻ പറഞ്ഞ ഇരുതല മൂർച്ചയുള്ള ദണ്ടുകൊണ്ട് അവനെ മലക്കുകൾ ഇടിക്കുകയാ, അവനെ ഇടിക്കുകയാണ്. അല്ലാഹ് പടച്ചവരെ, ആ ഒരു ഇടി കിട്ടുമ്പോ അവൻ 6 അടി മണ്ണിന്റെ അകത്തളത്തേക്ക് താഴ്ന്നു പോവുകയാ. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വയുസല്ലത്തു അലൈഹി 99 പാമ്പുകൾ അവന്റെ ഖബറിൽ അല്ലാഹു നിക്ഷേപിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല, 99 പാമ്പുകൾ അവന്റെ ഖബറിൽ നിക്ഷേപിക്കുകയാണ്. അല്ലാഹുവേ പടച്ചവരെ, ആ ഖബറിന്റെ അകത്തളത്ത് ആ പാമ്പുണ്ടല്ലോ, മഹാനായ റസൂലുള്ള പറയുകയാണ്, 99 പാമ്പുകൾ, ഓരോരോ പാമ്പുകൾക്ക് 9 തലകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ആ 9 തല വേണ്ട, 9 തലയിൽ നിന്നുള്ള ഒരു തങ്ങരെങ്ങാൻ ഈ ഭൂമോദര തലത്തിലേക്കൊന്ന് നോക്കി ഊതിയാൽ ഭൂമിയിൽ ഒരു സസ്യം മുളക്കൂല്ല, ഭൂമിയിൽ ഒരു ചെടി മുളക്കൂല്ല, ഭൂമിയെല്ലാം നിഷ്ഫലമായി പോവും. അങ്ങനെയുള്ള 99 പാമ്പുകളെ കൊണ്ട് ഇവന്റെ ഖബറിന്റെ അകത്തളത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മാലാകന്മാർ ഇവനെ ഖിയാമത്ത് നാൾ വരെ കടിച്ചു കീറാനുള്ള ഒരവസരം കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നന്നാകണേ. ഇന്നില്ലെങ്കിൽ നാളെ നമ്മൾ പോവാനുള്ളവരാണ്. നമ്മുടെ തറവാട് ഖബറാണ്. കാലാകാലം ഒരുപാട് കാലം കിടക്കേണ്ടവരാണ്. ഈ മുട്ടത്തോടി പള്ളിയുടെ തറവാട്, ഈ പരിശുദ്ധ പള്ളിയുടെ ചാരത്താണ് നീ വന്നു കിടക്കേണ്ടത്. നീ കോപ്പക്കാരനായാലും, നീ കോടിക്കാരനായാലും, നീ ചുറ്റുവട്ടത്തുള്ള ഹിദായത്തിന് കറക്കാരനായാലും, എന്റെ പ്രിയപ്പെട്ടവരെ ആരായാലും ഒരു ദിവസമില്ലെങ്കിൽ ഒരു ദിവസം ഇവിടെ വരേണ്ടവരാ. ആ വരുന്ന സമയത്ത് ഇവിടേക്കുള്ള അമലുകൾ നിന്റെ കയ്യിലില്ല എങ്കിൽ, ആ സമ്പാദ്യം നിനക്കില്ല എങ്കിൽ, ഒരുപാട് ഉണ്ടാക്കി വെച്ചു, ഒരുപാട് ആധിക്യങ്ങൾ വെച്ചു, മക്കൾ അനുഭവിച്ചു, ഭാര്യ അനുഭവിച്ചു, അതിന്റെ പേരിൽ തമ്മിലടിച്ച് കലാശിച്ച് 6 അടി മണ്ണിൽ കിടക്കുമ്പോ ഒരു നേട്ടം പോലും, ഒരു പുല്ല് വില പോലും നമുക്ക് അവർ കൽപ്പിക്കൂല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പടച്ചവനെ ഓർക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ എല്ലാ കാര്യങ്ങളെയും രസങ്ങളെയും മുരിച്ചു കളയുന്ന മരണത്തെ ഓർത്തുകൊണ്ട് തറവാടാകുന്ന മണ്ണറയിലേക്ക് ഒരുങ്ങടേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.